നമുക്ക് തുടങ്ങാം. 6:30 ആയല്ലോ.
ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നല്ല ചൊവ്വാഴ്ച വലിയവനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നു ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ ഇപ്രകാരം കൂടി വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം നമുക്ക് ഏവർക്കും അറിയാമല്ലോ. പ്രിയ തോമസ് അച്ഛന്റെ ജീവിതത്തിൽ 7 പതിറ്റാണ്ട് ഈ ഭൂമുഖത്ത് ജീവിപ്പാനായിട്ട് ദൈവം അവസരം കൊടുത്തു. 70ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ദൈവത്തിന് സ്തോത്രം കരയറ്റുവാൻ ആയിട്ട് നമ്മളേവരെയും ക്ഷണിച്ച് ഈ സൂം മീറ്റിലൂടെ നമ്മൾ അതിൽ സംബന്ധിക്കുന്നു. പ്രത്യേകാൽ ഈ പ്രാർത്ഥനയിൽ, സ്തോത്ര പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിശേഷാൽ ഇന്ന് ബാംഗ്ലൂർ സെന്റർ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ CB അച്ഛൻ, പ്രിയ ബിജു അച്ഛൻ, അതുപോലെ മറ്റ് ഇടങ്ങളിൽ നിന്ന് പ്രിയ തോമസ് അച്ഛൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിശേഷാൽ ഇന്ന് ദൈവവചനത്തിൽ നമ്മളോട് സംസാരിപ്പാനായിട്ട് ക്ഷണിക്കപ്പെട്ട പ്രിയ വർഗീസ് ഫിലിപ്പച്ചൻ നമ്മുടെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ഇത്രയും സ്നേഹത്തോടെ അച്ഛനെയും ഈ കൂട്ടായ്മയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരും ഒരുപോലെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കണമേ എന്ന് പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നു. ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ലോകം പല നിലകളിലാണ് ഈ നാളുകളിൽ ബർത്ത്ഡേകളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആണ് പ്രാർത്ഥനയോടും സ്തോത്ര പ്രാർത്ഥനയോടും കൂടെ ഒക്കെയാണ് നമ്മളത് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്നു. അത് ഒരു ദൈവമകന്റെ, ഒരു മകളുടെ ഏറ്റവും ഉത്തമമായ കടമയാണ്. ആ കടമ ഈ നാളുകളിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും നടത്തുവാനായിട്ട് വലിയവനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുന്നു. ഉപരിയായി പ്രിയ അച്ഛന് 70 വർഷക്കാലം ഈ ഭൂമുഖത്ത് ജീവിപ്പാൻ ദൈവം അവസരം കൊടുത്തപ്പോൾ ഏവരെയും ക്ഷണിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി വരുവാനായിട്ടുള്ളൊക്കെ ആഗ്രഹങ്ങൾ പലതുമുണ്ട്. പ്രിയ അച്ഛനോട് ഇതുപോലുള്ള സന്ദർഭങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പലരെയും വിളിക്കുവാനായിട്ടുള്ള താല്പര്യമുണ്ടെന്നാൽ പലപ്പോഴും അത് സാധിക്കുന്നില്ല. നമുക്കറിയാമല്ലോ, കോവിഡിൻ്റെതായ പ്രതിസന്ധിയിലൂടെ ലോകമെമ്പാടും കടന്നു പോകുന്ന ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടി വരുവാനായിട്ട് സാധ്യതയില്ലാത്ത, സാഹചര്യമില്ലാത്ത ഈ നാളിൽ ഈ പ്രകാരം ദൈവത്തിൽ കൂടി വരുവാൻ ദൈവം സഹായിക്കുന്നല്ലോ. ദൈവം നൽകുന്ന അവസരത്തെ ഓർന്ന് നമുക്ക് സ്തുതിക്കുകയും പ്രാർത്ഥനയോടെ ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രതമാക്കാം. ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്തിനാൽ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിപ്പാനായിട്ട് ഇടയായിക്കൊണ്ടിരിക്കുന്ന വലിയ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, മനുഷ്യന് കർത്താവ് ഈ ഭൂമുഖത്ത് ചോദിക്കാതെ ഒരു ആയുസ് അങ്ങ് നൽകുന്നു. കർത്താവെ, നൽകുന്ന ആയുസ് അങ്ങയുടെ മനോഹരമായ സൃഷ്ടിയായിരിക്കുന്ന ഈ ഭൂമുഖത്ത് ജീവിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവസരം നൽകി തന്നിരിക്കുന്ന ഓർമ്മയെ സ്തുതിക്കുന്നു. ഞങ്ങൾ കാണാത്ത ഓരോ ദിനങ്ങൾ കർത്താവ്, ഞങ്ങൾ അനുഭവിച്ചറിയാത്ത ഓരോ ദിനങ്ങൾ, ഓരോ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അങ്ങ് ഞങ്ങൾക്ക് നൽകി തരുന്നു. കർത്താവെ, ഞങ്ങളുടെ ദിനത്തിലെ ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ വർഷവും മുൻപോട്ട് കടന്നു പോകുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളെ പലപ്പോഴും അങ്ങ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ കളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമുഖത്തുള്ളതായ ഓരോ വർഷങ്ങൾ കൂടുമ്പോഴും ഈ ഭൂമുഖത്ത് ജീവിക്കുവാനായിട്ടുള്ള ഞങ്ങളുടെ ആയുസ്സുകൾ കുറഞ്ഞു വരുന്നു. കർത്താവെ, ആയുസ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ എപ്രകാരം ഞങ്ങൾ ചോദിക്കാതെ ഈ ഭൂമുഖത്തേക്ക് അയച്ചുവോ, മടക്കി അങ്ങ് ഞങ്ങളോട് അനുവാദം ചോദിക്കാതെ മടക്കി വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ഏൽപ്പിച്ചതായ വേലകൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്ന ഒരു സ്തോത്രം. വിശേഷാൽ ഈ സമയത്ത് ഈ സ്തോത്ര പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപയിൽ പ്രിയ മക്കളെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആദ്യോടന്തം അങ്ങയുടെ കൃപ വ്യാപരിക്കണമേ. നെറ്റിന്റെ പ്രതിസന്ധി ഒന്നും കൂടാതെ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സ്ഥിരായിരിക്കാനും ഒരുമിച്ച് സംബന്ധിപ്പാനും ദൈവത്തെ മഹത്വീകരിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന, കരുതുന്ന, വഴി നടത്തുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. പ്രത്യേക ഈ സമയത്ത് ഞങ്ങൾ
പ്രിയ തോമസ് റീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ പ്രിയ മകന്റെ മേൽ വ്യാപരിച്ച സ്തോത്രം. കഴിഞ്ഞ 69 വർഷക്കാലം അങ്ങയുടെ ദിവ്യ കൃപ അനുഭവിക്കാനായിട്ട് ഇടയാതോ സ്തോത്രം. ഈ 70-ാം വർഷത്തിലും അങ്ങയുടെ ദിവ്യ കൃപ പ്രിയ മകന്റെ മേൽ വ്യാപരിപ്പാൻ പോകുന്നോളങ്ങെ വാഴ്ത്തുന്നു. കർത്താവെ, അങ്ങ് കൊടുത്തതായ ആയുസ്സിന്റെ ഭൂരിഭാഗം കർത്താവെ വർഷങ്ങളിലും അങ്ങയ്ക്ക് വേണ്ടി ഓടി അധ്വാനിപ്പാൻ ദൈവമേ ഇടയാക്കി വലുകളങ്ങയും സ്തുതിക്കുന്നു. കർത്താവെ, പല നിലകളിൽ കർത്താവെ പ്രിയ മകന് കടന്നു പോകാമായിരുന്നു. എന്നാൽ അങ്ങയുടെ വേല തന്നെ തിരഞ്ഞെടുത്ത് കർത്താവ് അങ്ങയുടെ വയൽ പ്രദേശത്ത് ഏറെ കൃപകളോടെ പ്രവർത്തിപ്പാൻ വേണ്ടുന്ന ദൈവകൃപ കൊടുത്തു സ്തോത്രം. ഈ നാളുകളിൽ പ്രിയ മകനിൽ നിന്ന് ലഭിക്കുന്നതായ നന്മയ്ക്കായിട്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അനേകർക്ക് കൈത്താങ്ങലുകൾ നൽകുന്ന ഒരു മകനായി തീരുവാൻ, അനേകർക്ക് ആശ്വാസം പകരുന്ന ഒരു മകനായി തീരുവാൻ, കുടുംബ ജീവിതം മറ്റുള്ളവരിലേക്ക് കർത്താവെ എപ്രകാരം ആയിരിക്കണമെന്ന കുടുംബ ജീവിതത്തിലൂടെ കർത്താവെ കാട്ടിത്തരുവാനായിട്ട് പ്രിയമകനെ എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവലുകൾക്ക് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ കുഞ്ഞുങ്ങളെ ദൈവകൃപ പ്രകാരം വളർത്തുവാൻ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടതായ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് നല്ല കുടുംബജീവിതങ്ങൾ കൊടുത്ത് അവരുടെ കുടുംബജീവിതം എപ്രകാരമായിരിക്കണമെന്ന് അവരെ പഠിപ്പിക്കുവാനൊക്കെ പ്രിയ അച്ഛനെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്തോത്രം. തുടർന്നും അമിത കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന പ്രിയ വറീസുനാടിലങ്ങയെ സ്തുതിക്കുന്നു. ബിജുവച്ചനായിട്ട്, സിബിയച്ചനായിട്ട് സ്തോത്രം. മറ്റെല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വിവിധ നിലകളിൽ ഈ കൂട്ടായ്മയിൽ നേതൃത്വം വഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൃപയിൽ നിറഞ്ഞ എല്ലാം കർത്താവെ ഭംഗിയായി കർത്താവെ ചുമതല വഹിപ്പാനായിട്ടുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പാടി ദൈവത്തെ സ്തുതിപ്പാൻ, സാക്ഷീകരിപ്പാൻ, ദൈവവചനം കേൾക്കുവാൻ, കർത്താവെ റിഫ്ലക്ഷൻ കർത്താവെ ലഭിക്കുവാൻ കർത്താവെ ഒക്കെയുള്ള കൃപ തരണമേ. പ്രത്യേകിച്ച് പ്രിയ അച്ഛന് കൊടുത്തതായ താലന്തുകൾ വിവിധ നിലകളിൽ അച്ഛൻ ഉപയോഗിക്കുന്നു. കർത്താവെ, ഈ നാളുകൾ പുസ്തകങ്ങളൊക്കെ എഴുതുവാനായിട്ടുള്ള അവസരം കൊടുത്തു. അനേകർ ലഭിക്കാത്ത നല്ല അവസരമാണല്ലോ പ്രിയ അച്ഛന് കൊടുത്തത്. ഇന്ന് കർത്താവെ അതിന്റെ കർത്താവെ ലോഞ്ചിങ് ഒക്കെ നടക്കുമ്പോൾ, പുതിയ സൈറ്റിന്റെ ലോഞ്ചിങ് ഒക്കെ നടക്കുമ്പോൾ അങ്ങനെ കൃപയുണ്ടായിരിക്കണമേ. അങ്ങയുടെ വലിയ സ്നേഹം ഇവിടെയൊക്കെ വ്യാപരിക്കണമേ. ആദ്യോടൊന്നും വ്യാപരിപ്പാൻ പോകുന്ന ദൈവം സ്തോത്രം. പ്രിയപിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടവർ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമുള്ള നാമത്തിനെ ആമേൻ, ആമേൻ. തുടർന്ന് നമുക്കൊരു പാട്ടിന്റെ ഇരടികൾ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടുള്ള സമയമാണ്. ഈ സമയം പ്രിയ ലാലു ബ്രദറും കുടുംബവും ആ പാട്ട് നേരത്തെ വഹിക്കുമ്പോൾ പ്രിയ കുടുംബത്തോട് ചേർന്ന് നമുക്കും പാടി ദൈവത്തെ മഹത്വീകരിക്കാം. ഓവർ ടു ലാലു ബ്രദർ ആൻഡ് ഫാമിലി. എൻ മനമേ യഹോവയെ വാഴ്ത്തുക നീ, എൻ സർവാന്തരംഗമേ തിരുനാമം വാഴ്ത്തുക. അവൻ ചെയ്തതാ ഉപകാരങ്ങൾ ഒരു നാളും നീ മറന്നിടാതെ. അവൻ ചെയ്തതാ ഉപകാരങ്ങൾ ഒരു നാളും നീ മറന്നിടാതെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക നീ, എൻ സർവാന്തരംഗമേ തിരുനാമം വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യം മോചിക്കുന്നു, നിൻ രോഗങ്ങളൊക്കെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ വീണ്ടെടുക്കുന്നു, ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. എൻ മനമേ യഹോവയെ
വാഴ്ത്തുക നീ എൻ സർവാന്തരംഗമേ തിരുനാമം വാഴ്ത്തുക. അവൻ ചെയ്തതാ ഉപകാരങ്ങൾ ഒരു നാളും നീ മറന്നിടാതെ. അവൻ ചെയ്തതാ ഉപകാരങ്ങൾ ഒരു നാളും നീ മറന്നിടാതെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരമേ തിരുനാമത്തെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒരു നാളും മറന്നിടാതെ എന്നുള്ള മനോഹരമായ പാട്ടുപാടി ദൈവത്തെ മഹത്തീരുപ്പാൻ വലിയനാട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നല്ലോ. പാട്ടുപാടി സഹായിച്ച പ്രിയ ലാലു ബ്രദർ കുടുംബത്തോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യഹോവയെ വാഴ്ത്തി സർവാന്തരംഗവുമായി ദൈവത്തെ വാഴ്ത്തി സ്തുതിപ്പാൻ തുടർന്നും ദൈവം നമ്മളെ എടുത്തുപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. തുടർന്ന് ബൈബിൾ റീഡിങ്ങിനായിട്ടുള്ള സമയമാണല്ലോ. പ്രിയ തോമസ് അച്ഛൻ്റെ കൊച്ചുമകൻ രൂപൻ വർഗീസ് ബിവിൻ ഈ സമയത്ത് സങ്കീർത്തനം വായിക്കുന്നത്. Praise the Lord. I'm going to say Psalms 23. The Lord is my shepherd. I shall not be in want. He makes me lie down in green pastures. He leads me beside quiet waters. He restores my soul. He guides me in the path of righteousness for his name's sake. Even though I walk through the valley of the shadow of death, I fear no evil, for you are with me. For your rod and staff, they comfort me. You prepare a table before my enemies. You anoint my head with oil. My cup overflows. Surely goodness and love will follow me all the days of my life, and I will dwell in the house of the Lord forever. Amen. താങ്ക് യു രൂപൻ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു സങ്കീർത്തനമാണല്ലോ പ്രിയ രൂപൻ വായിച്ചത്. യഹോവ എൻ്റെ ഇടയൻ എന്ന് ഒരു പ്രാവശ്യം കൂടെ ചിന്തിപ്പാൻ. മറ്റാരുമല്ല നമ്മുടെ ഇടയൻ, നല്ല ഇടയനായ യഹോവ ഇതുവരെയും നമ്മുടെ ഇടയനായി നമ്മോട് കൂടെയിരുന്നു. നമ്മുടെ ക്ഷീണാവസ്ഥയിൽ, ഭാരങ്ങളിൽ, പ്രതിസന്ധിയിലൊക്കെ ഈ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നമ്മുടെ ഇടയൻ യഹോവയാകുന്നുവെങ്കിൽ നമുക്കും അപ്രകാരമുള്ള അനുഭവത്തിലൂടെ മുൻപോട്ട് ജീവിപ്പാനായിട്ട് കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തുറന്ന പ്രകാരമായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ 69 വർഷക്കാലം ദൈവം നടത്തിയതായ വഴികളെ ഓർത്ത് സാക്ഷീകരിക്കാനായിട്ടുള്ള സമയമാണ്. പ്രിയ തോമസ് വർഗീസ് അച്ഛൻ ഈ സമയത്ത് ദൈവം നടത്തിയതായ വഴികളെ ഓർത്ത് സാക്ഷീകരിക്കുവാനായിട്ട് പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞ് സാക്ഷീകരിപ്പാൻ ദൈവം പ്രിയ അച്ഛനെ എടുത്ത് ഉപയോഗിക്കട്ടെ. ഇത്രയും സ്നേഹത്തോടെ അച്ഛനെ സാക്ഷ്യത്തിനായിട്ട് ക്ഷണിക്കും.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വൈകാറായ സമയത്ത് അധിക സമയം ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ഷോർട്ടായിട്ട് സമയം തീർക്കേണ്ടതായിട്ടുണ്ടല്ലോ. ആദ്യമായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്, എനിക്ക് ഒരു നല്ല പേരൻസും ദൈവമുള്ളതായ പേരൻസും നല്ല ഗ്രാൻഡ് പേരൻസും ഉണ്ടായിരുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഒന്നാമത്. അതിനേക്കാളുപരി എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതായ എൻ്റെ സഹോദരി സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളെയും ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതോടുകൂടി തന്നെ 1979 ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ലളിതയുടെ സഹായവും സഹകരണവും വളരെ എനിക്ക് അനുഗ്രഹമായിരുന്നു. അതിൽ കൂടി ഞങ്ങൾക്ക് ലഭിച്ചതായ കുഞ്ഞുങ്ങളെയും അവർക്ക് ലഭിച്ചതായ പെൺമക്കളെയും 2 ഗ്രാൻഡ് ചിൽഡ്രനെയും ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ എനിക്ക് വിദേശത്തും ഇന്ത്യയിലും വിദേശത്തും പോയി പഠിക്കുവാൻ സാധിച്ചു. എന്നാൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു. എനിക്ക് വലിയ ബുദ്ധിമാനായ ഒരു മനുഷ്യനല്ലായിരുന്നു. എന്നാൽ എനിക്ക് കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം MTHഉം MAയും ഡോക്ടർ ഓഫ് സ്റ്റഡീസും പൂർത്തീകരിക്കാനായിട്ട് ദൈവം സഹായിച്ചു. ഞങ്ങൾക്ക് വസിക്കുന്ന ഒരു ഭവനത്തെ ദൈവം തന്നു. അതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ പല ആവശ്യങ്ങളും ഞങ്ങളുടെ മുമ്പിൽ ദൈവം തന്നെ നടത്തി. ഒരു ലക്ഷൂറിയസ് ലൈഫ് അല്ലെങ്കിലും അന്നുള്ളതായ മന തന്ന് ദൈവം ഞങ്ങളെ പോറ്റി പുലർത്തി എന്നുള്ളത് ഞാൻ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. അതോടുകൂടി തന്നെ അനേക പ്രെയർ പാർട്ട്നേഴ്സ്, ആത്മാർത്ഥികളായ സ്നേഹിതന്മാരും കൂട്ടായ്മക്കാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതൊന്നുമില്ലാതെ അനുഗ്രഹമായി ശുശ്രൂഷ ചെയ്യുവാൻ സാധ്യമല്ലല്ലോ. എന്നാൽ എൻ്റെ 25 വർഷം പട്ടത്ത ശുശ്രൂഷയിൽ പൂർത്തീകരിച്ചതായ സമയത്ത് ദൈവത്തിൻ്റെ ഒരു നടത്തും പ്രകാരം ഞാൻ ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു സോഷ്യൽ വർക്കൂടെ ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടി ഞങ്ങൾ പ്രചോദന എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ളത് 2005 അത് രജിസ്റ്റർ ചെയ്തു, തമിഴ്നാട് ആക്ടിന് പ്രകാരം. അതിൽ കൂടി ഞങ്ങൾ വിദ്യാഭ്യാസവും മെഡിക്കലായുള്ള എയ്ഡ്, മാരേജ് എയ്ഡ്, ഹോസ്പിറ്റലൈസേഷൻ കെയർ, കെയറിങ് ഓഫ് സീനിയർ സിറ്റിസൺ, ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി എൻ്റെ ആത്മീയ ശുശ്രൂഷയോടുകൂടി ഞങ്ങൾ കുടുംബമായി ചെയ്തു വരികയാണ്. ഇത് 25 വർഷം പൂർത്തീകരിച്ച് ദൈവം ചെയ്തതായ ഉപകാരത്തിൽ ഓർത്ത് ഞങ്ങൾ ചെയ്ത ഒരു കാര്യമാണ്. എന്നാൽ എൻ്റെ 70 വർഷത്തെ ഞാൻ ഓർക്കുമ്പോൾ ദൈവത്തെ സേവിക്കുവാൻ ഈ ദിവസങ്ങളൊക്കെ പല ഇടവുകളിലും സഭയോടുള്ള ബന്ധത്തിൽ അഡ്മിനിസ്ട്രേറ്റീവായ കപ്പാസിറ്റിയിലും JMBCയിൽ പഠിപ്പിക്കുന്നതിനുമൊക്കെ ഉള്ളതായ സൗകര്യവും സാവകാശവും ദൈവം എനിക്ക് തന്നു. ഞാനൊരു ദൈവികമായ കുടുംബത്തിൽ വളർത്തപ്പെട്ടതാണെങ്കിൽ തന്നെയും എൻ്റെ 14ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും കർത്താവിനോടുകൂടി എൻ്റെ നടപ്പ് അവിടെ വെച്ച് ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഈ 70 വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയുന്നത് 56 വർഷം ദൈവത്തോടുകൂടി നടക്കുവാൻ, പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ മുന്നോട്ട് നടക്കുവാൻ ദൈവം ഇടയാക്കി. അതിനോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുക. എന്നാൽ ഈ 70 വർഷക്കാലത്തിൻ്റെ ഇടയിൽ 2 വർഷം ഓർഡിനേഷൻ മുമ്പ് ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്ത് സിയാറ്റിൽ യൂത്ത് ഫോർ ക്രൈസ്റ്റിലൂടെയും ഇന്ത്യ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ശ്രമഫലമായി ഉണ്ടായ ഒരു ഗ്രൂപ്പാണ്. അത് 2 വർഷം ഞാൻ സേവനം അനുഷ്ഠിക്കുവാനിടയായി. എന്നാൽ സഭയോടുള്ള ബന്ധത്തിൽ ഇന്ന് ഈ ദിവസം 40 വർഷം ഒരു ഓർഡിനേഷൻ, ഒരു പട്ടക്കാരനായി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ഇപ്പോൾ 70 വർഷക്കാലം ദൈവം എൻ്റെ തന്നതിൽ ഞാൻ ഏകദേശം 40 വർഷം അല്ലെങ്കിൽ ദൈവത്തോട് 56 വർഷം നടന്നു. 40 വർഷം പട്ടത്ത ശുശ്രൂഷകൾ ചെയ്തു, 2 വർഷം പട്ടത്ത ശുശ്രൂഷ ഇല്ലാതെയുള്ള സേവനം ചെയ്തു.
അതൊക്കെയും അത് പാരീഷ് വർക്കായിട്ടും ടീച്ചിങ് ആയിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് വർക്കായിട്ടും ബദൽ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കായിട്ടും ഒക്കെയും ചെയ്യുവാൻ ഇടയാക്കി. എന്നാൽ ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ദൈവം 4 ബുക്ക് എഴുതുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കി. അതിലെ 3 ബുക്ക് രണ്ടാമത്തെ പ്രാവശ്യം റിവൈസ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് 4ാമത്തെ ബുക്ക് അതിൻ്റെ പ്രകാശനം ചെയ്യുവാനോട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിൽ വെച്ച് ആ 4ാമത്തെ ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത്. അത് ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത്, പക്ഷേ ഓൺലൈനിൽ കൂടി ആയതുകൊണ്ട് നമുക്ക് മറ്റൊന്നും മാർഗങ്ങളില്ല. അതുകൊണ്ട് പ്രാർത്ഥന അത് 4ാമത്തെ ബുക്ക് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് 2013 സയക്സിൽ നിന്ന് എനിക്ക് അലുമിനസ് അവാർഡ് ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻ ഇൻ ദി ഫീൽഡ് ഓഫ് തിയോളജി എനിക്ക് സയാക്സിൽ നിന്ന് ലഭിക്കുവാൻ എനിക്ക് ഇടയാക്കി. ഇന്നും ദൈവകൃപയാൽ ദൈവത്തിനു വേണ്ടി ആവോളം ചെയ്യുവാൻ ദൈവം പ്രാപ്തനാക്കുന്നതായ പ്രാപ്തിക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഇന്ന് ഈ മീറ്റിങ്ങിനെ പല കാര്യങ്ങളെ ക്രമീകരിച്ച് നിങ്ങളിതിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദിയും അതിൻ്റെ സമയത്ത് ഞാൻ ദൈവത്തിനോട് നന്ദിയും നിങ്ങളോടെല്ലാവരുടെയും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും സഹായ സഹകരണവും ഇനിയുള്ള ജീവിതയാത്രയിലും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കും. കേൾപ്പിച്ച അനുഗ്രഹീതമായ സാക്ഷ്യത്തിനാട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ 70 വർഷത്തിൽ 56 വർഷം കർത്താവിനോട് കൂടെ നടക്കുക എത്ര അനുഗ്രഹീതമായ ഒരു ഭാഗ്യാവസ്ഥയാണ്. കർത്താവിനെ രക്ഷകനും ആയിട്ട് സ്വീകരിച്ചതിന് ശേഷം ഏതാണ്ട് 42 വർഷക്കാലമായി കർത്താവിന്റെ സേവനം ചെയ്യുന്നു. പട്ടക്കാരൻ എന്ന നിലയിൽ 40 വർഷക്കാലം പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. എത്ര അനുഗ്രഹീതമായ ഒരു സന്ദർഭമാണ്. ഈ സമയത്ത് ചുരുക്കമായി പ്രിയ അച്ഛനെ വഹിച്ചുകൊണ്ട് പ്രിയ പുട്ടുസ്വാമി അച്ഛൻ ഈ സമയത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുന്നതിന് ശേഷം നമുക്കൊരു പാട്ട് കേൾക്കുവാനായുള്ള സമയമുണ്ട്. പ്രിയ പുട്ടുസ്വാമി അച്ഛൻ ചുരുക്കമായി അച്ഛനെ ഓർത്ത് പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനു നിത്യനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ പിന്നെ ഒരു പ്രാവശ്യം ഈ രാത്രി സമയത്തിൽ കർത്താവേ നിന്റെ ദാസന്മാരോട് ചേർന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്റെ ജനത്തോട് ചേർന്ന് കർത്താവെ നിന്നെ സ്തുതിപ്പാൻ തന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട തോമസ് വർഗീസ് അച്ഛന്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പച്ച, കഴിഞ്ഞ 69 വർഷം അപ്പാ നിന്റെ സാന്നിധ്യം നിന്റെ ദാസനോട് കൂടെ ഉണ്ടായിരുന്നു. അതിനായിട്ട് സ്തോത്രം. അച്ഛൻ പറഞ്ഞതുപോലെ ജനിച്ച് വളർത്തപ്പെടുവാൻ, കർത്താവെ നിന്നെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിപ്പാൻ, ദൈവമേ പല സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് ദൈവത്തിന്റെ വചനവുമായി പഠിക്കുവാനും പഠിപ്പിക്കുവാനും കർത്താവെ നിന്റെ ദാസനെ നിലനിർത്തിയല്ലോ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദേശത്തിലും വിദേശത്തിലും പഠിക്കുവാനും പഠിപ്പിക്കുവാനും കർത്താവെ നിന്റെ ദാസനെ നിലനിർത്തിയല്ലോ. അതിനായിട്ട് നന്ദിയോട് സ്തോത്രം. അതിനോട് ചേർന്ന് കർത്താവെ സഭയുടെ കർത്താവെ ആ ഒരു ബന്ധത്തില് ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നന്നായി ചെയ്തെടുക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ദീർഘവർഷങ്ങളായി കർത്താവെ ഒരു അച്ഛൻ എന്നുള്ള ആ നിലയിൽ നിന്റെ ദാസൻ പ്രവർത്തിച്ച എല്ലാ മേഖലകൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കൊടുത്തതായ കർത്താവെ കുടുംബത്തിനായിട്ട് സ്തോത്രം. ദാനമായി തന്ന കർത്താവെ കൊച്ചമ്മക്കായിട്ട്, അവരുടെ രണ്ടുപേരുടെ കുടുംബ ജീവിതത്തിൽ തന്ന 2 മക്കൾക്കായിട്ട്, അവരുടെ കുടുംബങ്ങൾക്കായിട്ട് തന്ന കൊച്ചുമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുന്ന് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. അവിടുത്തെ ദാസൻ ചെയ്തെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ അവിടുന്ന് മാനിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവെ കർത്താവെ ലിറ്ററസി പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലർക്ക് ദൈവമേ നിന്റെ ദാസനിൽ കൂടി എഴുതുന്ന കർത്താവെ ആ ബുക്സിൽ കൂടി ദൈവനാമ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഏർപ്പെട്ടിരിക്കുന്ന കർത്താവെ ആ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ സഭയ്ക്കും സഭയുടെ എല്ലാ കർത്താവെ ശുശ്രൂഷയിലും ദൈവനാമമഹത്തിനായിട്ട് നിന്റെ ദാസൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് 70ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിന്റെ
ഫെയ്ത്ത്ഫുൾനെസ് മനസ്സിലാക്കുവാൻ, ദൈവം നടത്തിയ വഴികളെ കർത്താവെ ഓർത്ത് നിന്നെ സ്തുതിപ്പാൻ തന്നുള്ള അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. അച്ഛന്റെ കർത്താവ് ഈ ബർത്ത്ഡേയുടെ കർത്താവെ ഈ ആഘോഷത്തിന്റെ നടുവിലും ദൈവനാമത്തെ ഉയർത്തി കാണിപ്പാൻ തന്നുള്ള അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ ഇന്ന് ഈ കർത്താവെ ഫ്ലോട്ട് കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ സീനിയർ അച്ഛനായിരിക്കുന്ന വർഗീസ് ഫിലിപ്പച്ചനായിട്ട് ഞങ്ങൾ ഇന്ന് സ്തുതിക്കുന്നു. ഞങ്ങളുടെ വികാരി അച്ഛൻ പ്രസാദ് അച്ഛനായിട്ട് സ്തോത്രം. സെൻട്രൽപ്പെട്ട എല്ലാ അച്ഛന്മാരെ ഉപദേശിമാരെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. മാനവും മഹത്വം അങ്ങേക്ക് തരുന്നു. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു അപ്പച്ചന്റെ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു അച്ഛൻ. തുടർന്ന് നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ മഹത്വീകരിപ്പാനുള്ള സമയമാണ്. പ്രിയ അച്ഛന്റെ മരുമകളായിരിക്കുന്ന സ്മിത വിപിൻ ഈ സമയത്ത് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വീകരിക്കും. ഓവർ ടു സ്മിത. ഇന്നയോളം നടത്തിയ നാഥ നന്ദിയൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഒരു ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. ഒരു ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ. താങ്ക് യു സ്മിത. അനുഗ്രഹീതമായ പാട്ട് പാടി ദൈവം എത്രത്തോളം നടത്തി വന്ന വഴികൾ ഓർത്തിടുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരാത്ത നിലയിലാണ്. അതെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അന്വർത്ഥമാണ്. ദൈവത്തിന്റെ കൃപ തുടർന്നും നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. തുടർന്ന് നമ്മുടെ ദൈവവചനം കേൾക്കുവാനായിട്ടുള്ള സമയമാണ്. ഇന്ന് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ സഭയിലെ സീനിയർ പട്ടക്കാരനായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പ്രിയ വർഗീസ് ഫിലിപ്പച്ചനാണ്. എൻ്റെ സേവനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു.
ദൈവവചനം കേൾക്കുവാനായിട്ട് നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. വചനം കേൾക്കുന്നതിന് മുമ്പ് പ്രിയ സിബി അച്ഛനെ ഈ സമയത്ത് കേൾക്കുവാൻ പോകുന്ന ദൈവജനത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കും. അതിനുശേഷം നമുക്ക് ദൈവജനം നിന്ന് ശ്രമിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഏകാഗ്രതമാക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ നടത്തി. കഴിഞ്ഞ 70 വർഷക്കാലം അങ്ങയുടെ ദാസനെ അതിശയകരമായി അത്ഭുതകരമായിട്ട് നടത്തിയ അങ്ങയുടെ വലിയ ദയയ്ക്കായി, വിശ്വസ്തതയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ശുശ്രൂഷയിലും കുടുംബജീവിതത്തിലും കർത്താവെ ഏർപ്പെട്ട സകല പ്രവർത്തന മേഖലകളിലും ദൈവികമായ കരുതലും കാവലും നിറച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ നിന്റെ മകനെ കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. നന്ദിയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ലല്ലോ. കർത്താവിന് സകല മാനവും മഹത്വം പുകഴ്ചയും അർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ കൊടുക്കപ്പെട്ട എല്ലാ നന്മകൾക്കായും ആത്മികമായ അനുഗ്രഹങ്ങൾക്കായും ഭൗതികമായ നേട്ടങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കൊച്ചമ്മയ്ക്കായി കുഞ്ഞുങ്ങൾക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ കർത്താവെ കൂടി വരുവാൻ, അങ്ങയുടെ നാമത്തെ മഹത്വം കരയറ്റുവാൻ, അങ്ങ് ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾക്ക് അങ്ങയുടെ നാമത്തെ പ്രകീർത്തിക്കുവാൻ നൽകപ്പെട്ട ഈ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം. പങ്കെടുക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങൾ അങ്ങയുടെ വചനം ശ്രവിപ്പാൻ കടന്നു പോവുകയാണ്. അങ്ങയുടെ വിലപ്പെട്ട ദാസനെ, ഞങ്ങളുടെ വർഗീസ് ഉൽപ്പച്ചനെ അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ആത്മനിറവോടുകൂടെ വചനം പ്രഘോഷിപ്പാൻ അത് ഞങ്ങളുടെ ആത്മീകമായ ജീവിത പുരോഗതിക്കും കാരണമാക്കി തീർത്താട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മാനുമക തോങ്ങി കർപ്പിക്കുന്നു. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ ആലോചന ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഈ സമയം ആയിരിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ സഭയിലെ ഒരു സീനിയർ പട്ടക്കാരന്റെ 70ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ സമയത്ത് ഒരു സീനിയർ പട്ടക്കാരനിൽ തന്നെ ദൈവവചനം കേൾക്കുവാനായിട്ട് ലഭിക്കുന്ന അവസരം ഏറ്റവും വിലപ്പെട്ടതാണ്. ദൈവവചനം സംസാരിക്കാൻ അച്ഛനെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതായ ആവശ്യകതകളൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കർത്തൃദാസനാണ്. എൻ്റെ പിതൃതുല്യം സ്നേഹിക്കുന്ന പ്രിയാച്ചനെ ദൈവവചനം ഘോഷിപ്പാനായിട്ട് ക്ഷണിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് വലിയൊരു വിലപ്പെട്ട ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. അധികം മുഖവരയില്ലാതെ തന്നെ പ്രിയാച്ചനെ ദൈവവചനം സംസാരിപ്പാനായിട്ട് ഇത്രയും സ്നേഹത്തോടെ ക്ഷണിക്കും. ഓവർ ടു പറയും. ഹലോ കേൾക്കാം. ദൈവത്തിന്റെ അതിവിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്തോഷകരമായ ദിവസം അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ ഞാൻ അറിയുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട ബിജു തോമസ് അച്ഛന്, പ്രസാദ് അച്ഛന്, സിബി അച്ഛന്, പുട്ടുസ്വാമി അച്ഛന്, ഉപരിയായി 70ാമത്തെ ജന്മദിനത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട തോമസ് സുറീസൻ, ലളിത കൊച്ചമ്മ, കുടുംബം, ആ കുടുംബത്തോട് ബന്ധപ്പെട്ടതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളോടൊന്നിച്ച് ഈ കൂട്ടായ്മ ആചരിപ്പാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് ഒരനുവാദവും അവകാശവും തന്ന പ്രിയപ്പെട്ട അച്ഛനോടും കൊച്ചമ്മയോടുമുള്ള നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കട്ടെ. It is a truth that for every action there is an equal and opposite reaction. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ആൻഡ് ഇന്നത്തെ ആക്ഷൻ എന്തെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട ഞാൻ അധികം സ്നേഹിക്കുന്ന പ്രിയ തോമസ് സോറിസ് അച്ഛൻ്റെ 70ാമത്തെ ബർത്ത്ഡേ സ്തോത്രം ചെയ്യുവാൻ കടന്നു വന്നതായിട്ടുള്ള ഒരു നന്ദി അല്ലെങ്കിൽ ഒരു താങ്ക്സ് ഗിവിംഗ് സർവീസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ here is another statement which is true. For every action there is a reason for that action. ആകയാൽ ഇന്നത്തെ ഈ ആക്ഷൻ, ഈ താങ്ക്സ് ഗിവിംഗിന് ചില റീസൺ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്? റീസൺ 2 പദത്തിൽ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. 1, ഒരു ജനനം. 2, ഒരു ദിവസം. 1951
നവംബർ മാസം 16-ാം തീയതി എന്ന തീയതി ജനനം എന്ന അനുഗ്രഹീതമായ അനുഭവം ഇന്ന് നാം ഓർക്കുകയാണ്. തീർച്ചയായും കേരളത്തിൽ പത്തനംതിട്ടയിൽ തിരുവല്ല മേപ്രായിൽ കരിവടി വീട്ടിൽ പ്രിയപ്പെട്ടതായിട്ടുള്ള വേദനയിലായിരിക്കുന്നതായിട്ടുള്ള കുഞ്ഞുമാമ്മയുടെ കരച്ചിൽ 1951 നവംബർ മാസം 16-ാം തീയതി കേൾക്കുവാനിടയായി. തൻ്റെ ആദ്യ മകന്റെ ആദ്യത്തെ രോദനം കേട്ടത് കൊച്ചമ്മയാണ്. മനോഹരമായ അനുഗ്രഹീതമായ ഒരു സെറ്റപ്പിൽ നിന്നും ഒരു AC-യിൽ നിന്നും ലോകത്തിന്റെ ചൂടിലേക്ക് കൈവിടപ്പെട്ട തൻ്റെ വേദനയുടെ ശബ്ദമായിരുന്നു ആദ്യത്തെ ആ ദീനരോധനം. പുറത്തുനിന്നും ആരുടെയും സഹായം ആവശ്യമില്ലാതിരുന്ന ശ്രേഷ്ഠമായ പദവിയിൽ നിന്നും സ്ഥാനത്ത് നിന്നും മറ്റുള്ളവരുടെ സഹായങ്ങൾക്ക് വേണ്ടി ആർത്തിയോടെ ആവശ്യത്തോടെ നോക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആ ശിശുവിന് അന്ന് സഹിക്കാൻ നിവർത്തിയില്ലായിരുന്നു. പ്രാണവായുവിനും വായുമണ്ഡലത്തെ ആശ്രയിക്കേണ്ടി വന്ന ഒരവസ്ഥയാണ്, ഒരനുഭവമാണ് ആ നിമിഷം. എന്നാൽ ഈ ആദ്യ രോദനം പ്രിയപ്പെട്ട തോമാച്ചായനും ആയതുപോലെ തന്നെ കുഞ്ഞുമാമയ്ക്കും അതിയായ സന്തോഷം നൽകിയതായിട്ടുള്ള നിമിഷമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഒരു മകളെ ലഭിച്ചതിന് ശേഷം ഒരു മകനെ ലഭിച്ച സന്തോഷം, ആരോഗ്യത്തോടെ ഒരു മകനെ ലഭിച്ചതായ സന്തോഷം അവർക്കിരുവർക്കും ആ കുടുംബത്തോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ടായിരുന്നു. 5 വർഷം ആ പൈതലിനെ സ്നേഹിച്ച് വളർത്തുവാനുള്ള പ്രാഗൽഭ്യവും പ്രിയപ്പെട്ട അച്ചായനും കൊച്ചമ്മയ്ക്കും പ്രിയപ്പെട്ടവർക്കും പ്രിയ സഹോദരിക്കും ഇടയാക്കി എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശേഷം സഹോദരിയും സഹോദരനും ഒക്കെ ഉണ്ട്. അവർക്കെല്ലായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠമായ ഒരു ക്രിസ്തീയ കുടുംബ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന തോമാച്ചായനും കുഞ്ഞുമാമിക്കും ഒരാഗ്രഹം ജനിച്ചു. അതൊരു തീരുമാനമായി മാറി. എന്താണ് ആഗ്രഹം? എന്താണ് ആ തീരുമാനം? മറ്റൊന്നുമല്ല, 5 വർഷക്കാലം ഞങ്ങൾക്ക് വളർത്തുവാൻ ദൈവം ഇടയാക്കിയതായിട്ടുള്ള ഈ പൈതലിനെ കർത്താവിന്റെ വേലയ്ക്കായി വേർതിരിക്കണമെന്നുള്ള ആത്മീകമായ അകത്തു നിന്നും ആത്മാവ് പ്രേരിപ്പിച്ചതായിട്ടുള്ള മഹനീയമായ ആ ആഗ്രഹം നിവർത്തിപ്പാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ആ 5 വയസ്സുകാരൻ കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടു. നാം മുമ്പേ കേട്ടല്ലോ, 14-ാമത്തെ വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ ഒരു ദാസനായ ഒരു മകനായി അനുഗ്രഹീതമായി മുന്നോട്ട് പോകാൻ തന്നെ സമർപ്പിച്ചതായിട്ടുള്ള ശ്രേഷ്ഠമായ തീരുമാനവും നാം കേട്ടു. മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിക്കുന്നു എങ്കിൽ ഒരു സമയം ദൈവം അവരോട് സംസാരിക്കും. അവർ തന്നെ ആ തീരുമാനം എടുക്കും. ഞാനും അച്ഛനോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനും ഒരു കുഞ്ഞായിരുന്നപ്പോൾ കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ അതിനുശേഷം എനിക്ക് തന്നെ അത് മനസ്സിലായി തീരുമാനം എടുപ്പാൻ എനിക്കും ഇടയായി. ഞാൻ അച്ഛനോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട പൈതലിന്റെ പേരാണ് ഐവാൻ. നാം എല്ലാവരും ഇപ്പോൾ വിളിക്കുന്നത് റവറൻഡ് ഡോക്ടർ തോമസ് വർഗീസ് എന്നാണ്. ഈ 70-ാമത്തെ ജന്മദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അച്ഛന്റെ ജന്മദിനത്തിൽ ഇതുപോലെ സംബന്ധിക്കുന്നത്, ഞാൻ പങ്കാളിയാകുന്നു. ഈ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും, എന്നെ ആദ്യം വിളിച്ചത് കൊച്ചമ്മയാണ്, അതിനുശേഷം അച്ഛൻ വിളിച്ചു. രണ്ടുപേരോടുമുള്ള പ്രത്യേക നന്ദി വീണ്ടും ഞാൻ അറിയിക്കുന്നു. ഇത് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യം കൂടെയുണ്ട്. എനിക്ക് 10 വയസ്സുകൂടെ ആയെങ്കിലും ഇതുവരെയും ഇങ്ങനെയുള്ള സന്ദർഭം ഒരുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അത് നിരാശയൊന്നുമില്ല, അച്ഛനോട് അസൂയയുമില്ല. ഞാൻ അച്ഛനെ അഭിനന്ദിക്കുന്നു. ഐവാൻ വളർന്നു.
ജ്ഞാനം നിറഞ്ഞു. ദൈവകൃപയോ ഐവാനോട് കൂടെ ഉണ്ടായിരുന്നു. നാട്ടിലെ പ്രാഥമിക പഠനം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോയി സിയാറ്റിൽ നിന്നും BA പാസ്സായി. തുടർന്ന് അച്ഛൻ പാസ്സായ ഡിഗ്രികളൊക്കെ അച്ഛൻ തന്നെ പറഞ്ഞു കേട്ടുവല്ലോ. ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്ന, വലിയ സാമർഥ്യമൊന്നും കാണിക്കാതിരുന്ന, ഉള്ളിലുണ്ടായിട്ടും കാണിക്കാതിരുന്ന പ്രിയപ്പെട്ട അച്ഛന് ഇത്രത്തോളം തൻ്റെ പഠന രംഗത്ത് വളരുവാനും ശ്രേഷ്ഠമാകുവാനും തുടർന്നുള്ള ഇന്നത്തെ ശുശ്രൂഷയിൽ അനുഗ്രഹീതനാകുവാനും ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ പ്രധാന ചുമതലക്കാരായ ആരംഭകാലത്ത് പട്ടക്കാരിൽ ബഹുമാനപ്പെട്ട റെവറൻഡ് PT തോമസ് സെക്രട്ടറി, റെവറൻഡ് TC ജോർജ് ട്രഷറർ, റെവറൻഡ് KK മാത്യു സെക്രട്ടറി ഫോർ ദ ബോർഡ് ഫോർ ഇവാഞ്ചലിസ്റ്റിക് വർക്ക്, ഇവർക്കൊക്കെയും പ്രിയങ്കരനായ ഒരു യുവാവായിരുന്നു. നല്ല ധീരതയോടുകൂടെ, നല്ല ചുറുചുറുക്കോടുകൂടെ മുന്നോട്ട് വന്നതായ ഒരു യുവാവായിരുന്നു ഈ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഐവാനച്ചൻ, അല്ല തോമസ് ഫറീസ് അച്ഛൻ. അതുകൊണ്ട് സഭയുടെ യുവജന പ്രവർത്തന ബോർഡിന്റെ വിവിധ ചുമതലകൾ അദ്ദേഹത്തിന് കൊടുത്തതായിട്ടാണ് ഞാൻ അറിയുന്നത്. ഒരു നല്ല അധ്യാപകനായി സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ബാഹ്യകേരള ഡയസിസിന്റെ ശ്രേഷ്ഠനായ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടും ബഹുമാനപ്പെട്ട ചാണ്ടപ്പള്ളി അച്ഛനിൽ അലങ്കരിച്ചതായ ആ പോസ്റ്റില്, അത് മാത്രമല്ല JMBCയിലെ ഒരു ഫാക്കൽറ്റി എന്ന നിലയിലും ബഥേൽ മട്രിക്കുലേഷൻ സ്കൂളിന്റെ ദീർഘകാല കറസ്പോണ്ടൻസും മറ്റ് വിവിധ ചുമതലകളും വഹിച്ച ആ സ്കൂളിനെ ഇന്ന് നാം കാണുന്നത് പോലുള്ളതായിട്ടൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാക്കിയ ഒരു നേതാവുമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അത് മാത്രമല്ല, വിവിധ ഇടവകളിൽ വികാരിയായി പ്രവർത്തിപ്പാനും ദൈവം ബഹുമാനപ്പെട്ട അച്ഛനും ഭാഗ്യം, പ്രാഗൽഭ്യം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രതികൂല പ്രയാസങ്ങളെ തരണം ചെയ്യുവാനുള്ള തരണം ചെയ്തുകൊണ്ടുള്ള അച്ഛന്റെ വിജയകരമായ യാത്രയ്ക്കൊപ്പം ദൈവകൃപ അനുഭവിച്ചെന്ന് മാത്രമല്ല, ഈ യാത്രയിൽ പ്രിയ ലളിത കൊച്ചമ്മയ്ക്ക് ലഭിച്ചു എന്നത് വളരെ സന്തോഷത്തോടും വളരെ നന്ദിയോടും ഞാൻ ഓർക്കുകയും അച്ഛന്റെ സൗഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. കൊച്ചമ്മ അച്ഛന്റെ ശുശ്രൂഷയ്ക്ക് ഒരനുഗ്രഹമായിരുന്നു. കാരണം കൊച്ചമ്മ ഒരു നിഴലായി മാത്രമല്ല, ഒരു തണലായി, അത് മാത്രമല്ല ഒരു തുണയായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ശ്രേഷ്ഠ മക്കളും മരുമക്കളും, ഇന്ന് നാം പാട്ട് കേട്ടല്ലോ, ഒരു മകളുടെ, ഒരു കുഞ്ഞു പൈതലിന്റെ കൊച്ചുമകൻ 23-ാം സങ്കീർത്തനം വായിക്കുന്നത് കേട്ടല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്രകാരം ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നതായിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛൻ തന്റെ അടുത്ത തലമുറയെയും ക്രിസ്തീയ പാരമ്പര്യത്തിൽ അല്ല, ആ വിശുദ്ധിയിൽ, ആ സ്നേഹത്തിൽ, ആ കൃപയിൽ വളർത്തുവാൻ ഇടയാകുന്നു എന്ന് കാണുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛനെയും കൊച്ചമ്മയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അച്ഛൻ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ഒരു ബിഷപ്പായി തീരണമെന്നുള്ള ആഗ്രഹം എന്നെപ്പോലെ ചിലർക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ കൊണ്ട് നിർത്തട്ടെ. ഒരു നല്ല എഴുത്തുകാരനായി അനേക പുസ്തകങ്ങൾ, ഇപ്പോൾ 4 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. വേറൊരു പുസ്തകം കൂടി ഇന്ന് പ്രസാദനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ അച്ഛനെ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചില പുസ്തകങ്ങൾ എനിക്കും ലഭിച്ചു, വായിപ്പാൻ ഇടയായി. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഇങ്ങനെ ശ്രേഷ്ഠനായ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ചേർന്ന് ഈ കൂട്ടായ്മയിൽ സംബന്ധിപ്പാൻ എനിക്ക് ലഭിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. വാസ്തവത്തിൽ ഇത് യഹോവ ഉണ്ടാക്കിയ ഒരു ദിവസമാണ്. പ്രിയപ്പെട്ട അച്ഛനും കൊച്ചമ്മയ്ക്കും നമുക്ക് ഏവർക്കും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അനുവദിച്ചതായ ഒരു സന്തോഷ സുദിനമാണ് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നത്. അതുകൊണ്ട് നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ സംഭാഷണം അല്ലെങ്കിൽ പ്രബോധനം എന്തായിരുന്നാലും അതിൽ നിന്ന് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. ഒന്നാമതായി, let us remember and rejoice. Let us remember and rejoice. എന്താണ് ഓർക്കേണ്ടത്? എന്തിലാണ് സന്തോഷിക്കേണ്ടത്? പ്രിയമുള്ളവരെ, അവന്റെ വിശ്വസ്തതയെ ധ്യാനിച്ച് സന്തോഷിപ്പേൻ. Great is thy faithfulness. Count your blessings, name them one by one.
ഇതൊക്കെ വിശദീകരിക്കാനുള്ള വാക്കുകളാണ്. എങ്കിലും അച്ഛന്റെ ജീവിതം, കൊച്ചമ്മയുടെ ജീവിതം, അവരുടെ കുടുംബ ജീവിതം ഇതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി വിശദീകരിക്കാനുള്ള സന്ദർഭങ്ങളിൽ വിശദീകരിക്കപ്പെടും. തിരിയെണ്ണിയാൽ തീരാത്ത 69 വർഷങ്ങളിലെ നിമിഷങ്ങൾ ധ്യാനിച്ചാൽ ആയതിനെ, ദൈവത്തിന്റെ കൃപയെ, ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓരോന്നായി എണ്ണിയാൽ എത്ര പേജ് എഴുതിയാലൊക്കും. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം അധികമാണ്. ഏകാന്തതയുടെ അനുഭവങ്ങൾ എല്ലാവരുടെയും മധ്യത്തിൽ, എല്ലാവരും കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തില് അച്ഛനുണ്ടായിട്ടുണ്ട്, കൊച്ചമ്മയ്ക്കുണ്ടായിട്ടുണ്ട്, മക്കൾക്കും ഉണ്ടായിട്ടുണ്ട്. ആ സ്ഥാനത്ത് ദൈവത്തിന്റെ കരുതൽ എത്ര അത്ഭുതകരമായിരുന്നു. രോഗദുഃഖങ്ങളുടെ അനുഭവങ്ങളിൽ ഈ അടുത്ത സമയത്തും വളരെ ഭാരപ്പെട്ട നിമിഷങ്ങൾ, ദിവസങ്ങൾ പ്രിയ മക്കൾക്കുണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കും, ഞാൻ അറിയുന്നു. പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ തന്നു. വിടുതൽ പ്രാപിപ്പാൻ അവർക്ക് അനുഭവങ്ങൾ കൊടുത്തു. അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ പലപ്പോഴും ഈ കുടുംബത്തെ, പ്രിയപ്പെട്ട അച്ഛനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ധീരതയോടുകൂടെ അതിനെ നേരിടുവാൻ ദൈവം കൊടുത്ത കൃപയെ ഓർക്കുമ്പോൾ എത്രമാത്രം നന്ദി കരയേണ്ടിയിരിക്കുന്നു. അച്ഛൻ ഓർപ്പിച്ചതുപോലെ അച്ഛൻ അത്ര മോശമായ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നില്ല എങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ എല്ലാം ഉണ്ടാകും. അങ്ങനെയുള്ള ആവശ്യങ്ങളിൽ കർത്താവിന്റെ കൃപ, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ അച്ഛൻ അനുഭവിച്ചു. ശുശ്രൂഷയുടെ മുഖത്ത് ഏത് പ്രവർത്തകനും, ഏത് ശുശ്രൂഷകനും, ഏത് അച്ഛനും, ഏത് സുവിശേഷകനും, ഏത് സേവനിക്കും, ഏത് സന്നദ്ധ സുവിശേഷകനും ശുശ്രൂഷയുടെ രംഗത്ത് പ്രതിബന്ധങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ സ്ഥാനങ്ങളിൽ പതറിപ്പോകാതെ വിശ്വസ്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിലനിന്ന് സാക്ഷ്യം വയ്പ്പാൻ കർത്താവ് അച്ഛനെ സഹായിച്ചു. കണ്ണുനീർ താഴ്വരകളിൽ കൂടെ ഇരുന്ന ഒരു കർത്താവിനെ കാണുവാൻ, കൈപിടിച്ച് നടത്തുന്ന ഒരു കർത്താവിനെ കാണുവാൻ അച്ഛനും കുടുംബത്തിനും കൊച്ചമ്മയ്ക്കും സാധിച്ചു എന്നുള്ള ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ വിശ്വസ്തത രുചിച്ചറിയുന്നു, അവന്റെ വിശ്വസ്തത എണ്ണി, അവന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞു അവനെ സ്തോത്രം ചെയ്യാം, നന്ദി കരറ്റാം. ലെറ്റ് us remember and rejoice. മകനെ, മകളെ, ഞാൻ കൂടെ ഉണ്ടെന്ന് അച്ഛനോടും കൊച്ചമ്മയോടും പ്രിയ കുഞ്ഞുങ്ങളോടും കുടുംബത്തോടും പ്രത്യേകം കർത്താവ് ഓർപ്പിക്കുന്നു. അനുഭവങ്ങൾ ഓർമ്മപ്പെടുത്തിയ നിമിഷങ്ങൾ, ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയ നിമിഷങ്ങൾ, ദിവസങ്ങൾ എണ്ണി നോക്കാം. അവൻ കരുതുന്നതുകൊണ്ട് നാം അനുഭവിക്കുന്നു, അവൻ നടത്തുന്നതുകൊണ്ട് നാം നടക്കുന്നു, അവൻ ജീവിക്കുന്നത് കൊണ്ട് നാം ജീവിക്കുന്നു. ഇത് അച്ഛനെ കുറിച്ച് മാത്രമല്ല, എന്നെ കേൾക്കുന്ന ഏവരുമേ ഇതൊരു സത്യമാണ്. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഒരു സാക്ഷ്യം, ശ്രേഷ്ഠമായ സാക്ഷ്യം. 116 സങ്കീർത്തനം 8 വാക്യം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട്, കാരണം അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ ദയ എന്നേക്കുമുള്ളത്. So let us rejoice, recollect and rejoice. Then what to do? ഇനി എന്താണ് ചെയ്യേണ്ടത്? Repent and rededicate. Repent and rededicate. ഒരു ദൈവ പൈതലിന് അനുതാപം എന്നുള്ളത്, കുറ്റസമ്മതം എന്നുള്ളത് മാറ്റാൻ കഴിയാത്തൊരു അനുഭവമാണ് തനിയെ സംഭവിക്കുന്നത്. വൃതന്മാരെ പോലും തെറ്റിക്കുവാൻ ബന്ധപ്പെടുന്നതായിട്ടുള്ള അലറുന്ന സിംഹം നമ്മുടെ ചുറ്റുപാടുമുള്ളപ്പോൾ പരിശോധനകളെയും പരീക്ഷകളെയും മധ്യത്തിൽ നാം ആകുന്നു എന്നുള്ളൊരു സത്യമാണ്. തീർച്ചയായും കർത്താവ് നമ്മോടുകൂടി ഉണ്ട്. There is every chance to get out of the track made by our God. ദൈവത്തിന്റെ പ്ലാനിൽ നിന്നും വ്യത്യസ്തരായി പോകാൻ സാധ്യതകളുണ്ട്. കർത്താവിന്റെ കൽപ്പനകൾ, വചനം അനുസരിക്കാതിരിക്കാനുള്ള ചാൻസസുകളുണ്ട്. കാരണം എല്ലാം നമുക്ക് മനസ്സിലാകില്ലല്ലോ. അതുകൊണ്ട് ചാൻസസ്, ലഭിച്ച സന്ദർഭങ്ങൾ, വീഴുവാൻ ഇടയായ സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രവർത്തിപ്പാൻ
പറയുവാൻ, പ്രതികരിക്കുവാൻ, ചിന്തിക്കുവാൻ ഇടയാകാതിരുന്നിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് റിപ്പന്റ് ചെയ്യുക. റിപ്പന്റ് ചെയ്താൽ മാത്രം പോരാ, കർത്താവ് ആഗ്രഹിക്കുന്നത് റീഡെഡിക്കേറ്റ്. ലോകം, നാം ഇന്നായിരിക്കുന്ന ലോകം ഒരു രാത്രി കൊണ്ട് തീരുകയില്ല. നാം ഇന്ന് കാണുന്നതായ ജീവിതം കർത്താവ് നമ്മെ വിളിക്കുന്ന നിമിഷം വരെ ഉണ്ടായിരിക്കും. അന്ധകാരം മാറും, പ്രതികൂലങ്ങൾ മാറും. നാം നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. നമ്മുടെ ഇരിപ്പും നമ്മുടെ കിടപ്പും നമ്മുടെ വിചാരങ്ങളും കർത്താവ് അറിയുന്നു. സ്തോത്രം. അവന്റെ സന്നിധിയിൽ സകലവും നഗ്നവും മലർന്നതുമാകും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ദാവീദിനെ പോലെ 139 സങ്കീർത്തനം 23 24 വാക്യങ്ങൾ, Psalm 139 verse 23 and 24, വ്യസനത്തിലുള്ള മാർഗം എന്നെ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. As we rejoice today here on this earth, heaven too will rejoice if we confess and rededicate ourselves to God. നാം നമ്മുടെ കുറവുകളെ ഏറ്റുപറയുമ്പോൾ നമ്മെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും അവന്റെ വലിയ സൈന്യവും സ്വർഗത്തിൽ സന്തോഷിക്കും. ഇന്ന് അവരും നമ്മോട് കൂടെ സന്തോഷിക്കട്ടെ. മൂന്നാമതായി, റിഫ്രഷ് ആൻഡ് കണ്ടിന്യൂ അവർ റേസ്. Refresh and continue our race. We are on a track to reach our goal. The track is different roles of different life. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ വശങ്ങൾക്കുള്ള യാത്രയാണ് നമ്മുടെ ട്രാക്ക്. ഒരു മാതാവ്, ഒരു പിതാവ് എന്നുള്ള റോൾ ഒരു ട്രാക്കാണ്. ഒരച്ഛൻ, ഒരു കൊച്ചമ്മ എന്നുള്ള ഒരു ട്രാക്കാണ്. ഒരു സഹോദരൻ, ഒരു സഹോദരി എന്നുള്ളത് ഒരു ട്രാക്കാണ്. ഒരു കൂട്ടുവിശ്വാസി എന്നുള്ളത് മറ്റൊരു ട്രാക്കാണ്. ഒരു കൂട്ടുപ്രവർത്തകൻ എന്നുള്ളത് മറ്റൊരു ട്രാക്കാണ്. ഒരു സ്നേഹിതൻ എന്നുള്ളത് മറ്റൊരു ട്രാക്കാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഡിയർ അച്ഛൻ ഇന്ന് ഒരു എഴുത്തുകാരനാണ്. നന്നായി എഴുതുവാൻ ദൈവം കൃപ കൊടുത്തു. ഈ ട്രാക്ക് ദൈവം അച്ഛന് ഈ അടുത്ത കാലത്ത് അത്ഭുതകരമായി തന്ന ട്രാക്കാണ്. അടുത്ത തലമുറ നന്നായി വരുവാൻ, അനുഗ്രഹീതരായി തീരുവാൻ ഈ ട്രാക്കിൽ കൂടിയുള്ള അച്ഛന്റെ യാത്ര അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദ റോൾ ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ് എന്താണത്? ദൈവത്തിന്റെ പൈതൽ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ, ശുശ്രൂഷകൻ എന്ന നിലയിൽ നമ്മുടെ ട്രാക്ക് എന്താണ്? ശുശ്രൂഷ തന്നെയാണ്. ടു റിഫ്ലക്ട് ആൻഡ് റിപ്രസെന്റ് അവർ മാസ്റ്റർ. ടു റിഫ്ലക്ട് ആൻഡ് റിപ്രസെന്റ് അവർ മാസ്റ്റർ, our Savior, when he has ദൈവം നമ്മെ രക്ഷിച്ച ആ കർത്താവ്. അതുകൊണ്ട് നമ്മുടെ ഗോൾ എന്താണ്? wherever we are, to glorify the name of our master. So be sure the road may be long. ഞാൻ നാസിക്കില് ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിന്റെ ട്രെയിനിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്നെ അധികം ടച്ച് ചെയ്തതായിട്ടുള്ള ഒരു കോറസ് ആണിത്. ഞാനത് പാടുന്നില്ല, ഞാൻ വലിയ പാട്ടുകാരനല്ല. Be sure the road may be long, but my Savior is strong. He holds my hand. Jesus holds my hand. That is true. That is true. He holds our hands. Yes, this is the day, Karivadi family, to rejoice and to recollect, to repent and rededicate. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. This is the need of the hour, that we should renew ourselves, refresh ourselves and be a mighty warrior for the Lord. നമുക്ക് തീർച്ചയായിട്ടും അപ്രകാരം നമ്മളെ തന്നെ റിഫ്രഷ് ചെയ്യാം. ഈ ട്രാക്കിലോട്ട് മുന്നോട്ടോടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. The mighty God, one who is in you and in me. നമ്മിലുള്ളവൻ വെളിയിലുള്ളവനേക്കാൾ ശക്തനാണ്. അവൻ മതിയായവനാണ്, അവൻ സമീപസ്ഥനാണ്, അവൻ സഹായകനാണ്, അവൻ മറക്കാത്തവനാണ്, അവൻ മതിയായവനാണ്, അവൻ മാറി നിൽക്കുന്നവനല്ല. സ്തോത്രം. സോ അച്ഛൻ ആൻഡ് കൊച്ചമ്മ and your family, move on to the destiny. He holds your hands and our hands.
with the great confidence enter into the new year. ദൈവം പുതുവർഷത്തിലേക്ക് ഈ വലിയതാള കോൺഫിഡൻസിൽ പ്രവേശിപ്പാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അതിന് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്ന സമയത്തിനായി നന്ദി. താങ്ക് യു. കേൾപ്പിച്ച അനുഗ്രഹീതമായ ദൈവിക ആലോചനയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ തോമസ് അച്ഛനെ വളരെ നന്നായി അറിയുന്ന പ്രിയ വർഗീസ് ഫിലിപ്പച്ചൻ അച്ഛൻ്റെ ജീവിത എപ്രകാരമായിരുന്നു എന്നുള്ളത് നമ്മളെ കേൾപ്പിച്ചു. അതുപോലെ തന്നെ ദൈവിക ആലോചനയും അതിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. റിമെമ്പർ ആൻഡ് റിജോയ്സ്, റിപ്പന്റ് ആൻഡ് റീഡെഡിക്കേറ്റ് ആൻഡ് റിഫ്ലക്ട് ആൻഡ് റെപ്രസെന്റ്. അനുഗ്രഹിക്കപ്പെട്ടതായ 3 ആലോചന. ദൈവത്തിൻ്റെ സന്ധിയിൽ നിന്ന് ലഭിക്കുന്നതായ നന്മയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, അത് ഓർക്കുവാൻ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ അവസരം, പ്രത്യേകിച്ച് പ്രിയ തോമസ് അച്ഛന് ലോകത്ത് പലർക്കും ലഭിക്കാത്തതായ ഈ സൗഭാഗ്യം ദൈവം അച്ഛന് കൊടുത്ത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവജനത്തിൽ നിന്ന് സംസാരിച്ച പ്രിയ വർഗീസ് ഫിലിപ്പച്ചനോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കും. ദൈവം അച്ഛനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ തുടർന്നും അച്ഛൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അനേകർക്ക് ദൈവികാലോചന തുടർന്നും നൽകി കൊടുക്കുവാൻ ദൈവം അച്ഛനെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് റിഫ്ലക്ഷൻ ആയിട്ടുള്ള സമയമാണ്. 3-4 പേര് അച്ഛൻ്റെ അനുഭവങ്ങൾ, അച്ഛനിൽ നിന്ന് ലഭിച്ചതായ അനുഭവങ്ങളെ പറ്റി ഷെയർ ചെയ്യുവാനായിട്ട് ഉണ്ട്. പ്രിയ ലളിത കൊച്ചമ്മ അവരെ പരിചയപ്പെടുത്തുകയും തുടർന്നുള്ളതായ അല്പസമയം ഈ സെഷൻ ലീഡ് ചെയ്യുകയും ചെയ്യുന്നതായി. ഓവർ ടു ലളിത കൊച്ചമ്മ. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരുടെയും മുഖം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് വളരെ സന്തോഷം. അനേക ഫ്രണ്ട്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. മലയാളം അറിഞ്ഞുകൂടാത്തവരും ഈ കൂട്ടത്തിലുണ്ട്. എന്നിരുന്നാലും അവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അച്ഛൻ സംസാരിച്ചതുകൊണ്ട് മനസ്സിലായി കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. 70ാമത്തെ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കണം എന്ന് പലരും എന്നോട് ചോദിച്ചു. ഇത് വെറുതെ ഒന്നും പോരാ, കാര്യമായിട്ട് ആഘോഷിക്കണം. ഇതായിരുന്നു പലരും എന്നോട് പറഞ്ഞ സജഷൻ. അപ്പം ഞങ്ങൾ ആലോചിച്ചു, സാധാരണഗതിയിൽ ഇവിടെ വീട്ടിലൊരു പ്രാർത്ഥന വെക്കുന്നതാണ്. ഈ വർഷം കോവിഡ് കാരണം പ്രാർത്ഥനയുടെ പ്രയാസങ്ങളുണ്ട്. ഞങ്ങൾക്കും കോവിഡെല്ലാം വന്നതായിരുന്നു, റിക്കവർ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ വെച്ചൊരു പ്രാർത്ഥന പറ്റുന്നില്ല. അതിൻ്റെ കൂടെ മഴയുടെ പ്രയാസങ്ങളുണ്ട്. എന്നാലും ശരി, നമുക്കിങ്ങനെ ഒരു ഓൺലൈൻ പ്രാർത്ഥന നടത്താമെന്ന് ചിന്തിച്ചു. അതിന് ശേഷമാണ് ആലോചിച്ചത് ഈ ബർത്ത്ഡേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്നോർത്തുകൊണ്ട് ഞങ്ങൾ കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ഒരെഴുത്തെഴുതി, നിങ്ങൾ അച്ഛനെ പറ്റി എന്ത് ചിന്തിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അച്ഛൻ്റെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, അതിനെപ്പറ്റി ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛനിരുന്നായിട്ടുള്ള ഇടവകയിലുള്ള ചില ആളുകളോട്, ഞങ്ങളുടെ പ്രചോദനത്തിൽ ഭാഗഭാക്കാകുവാനായിട്ടുള്ള ഞങ്ങളുടെ ചില ഫ്രണ്ട്സ്, ഇങ്ങനെ പലരോടും ചോദിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അവർക്കറിയാവുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ എങ്ങനായിരുന്നു ഐവാനെന്നുള്ളത് കാണിക്കത്തക്കവണ്ണം പലരും ഞങ്ങൾക്ക് എഴുതി അയച്ചു. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇതെല്ലാം കൂടെ ഞങ്ങൾ കമ്പൈൽ ചെയ്തു. അതായിരുന്നു അച്ഛൻ്റെ ബർത്ത്ഡേ പ്രസൻറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു ജീവിതത്തിലെ ഒരു വലിയൊരു പ്രസൻറ്റായിരുന്നു. കാരണം 70 വർഷം ആരായിരുന്നുവെന്നും എന്തെല്ലാം മറ്റുള്ളവരെന്നെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെന്നും ഇനിയും ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, എന്തെല്ലാം ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ടോ, ഇതെല്ലാം സ്വയം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുവാനായിട്ട് ആ ഓരോരുത്തരുടെ കത്തുകളും ഓരോരുത്തരുടെ കമൻസും സഹായിച്ചു. അതായിരുന്നു ഇന്ന് രാവിലെ ഞങ്ങൾ ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്തു അച്ഛന് നൽകുകയും ചെയ്തു. അതിൽ സഹായിച്ച പല പ്രിയപ്പെട്ടവരും ഇതിലുണ്ട്. എല്ലാവർക്കും ഉള്ള നന്ദി പറയുന്നു. ഇനി അയച്ചു തരാനുള്ളവരും ദയവേത് അയച്ചു തരണമെന്ന് ഓർമ്മിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇന്നത്തെ റിഫ്ലക്ഷന് വേണ്ടി 3-4 പേരാണ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അവർ പറയാമെന്ന് സമ്മതിച്ചു. ആദ്യത്തായിട്ട്
ഹോസ്പിറ്റലിൻ്റെ ക്ലിനിക്കൽ പത്തോളജിയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എൻ്റെ കസിനാണ്, ഞങ്ങളുടെ പ്രയർ പാർട്ട്ണറാണ്, ഞങ്ങളുടെ പ്രചോദൻ്റെ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു ആണ്. മോളി ഇപ്പം മോളി ഏതാനും നിമിഷം നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ഓവർ ടു മോളി. Hello. Yeah, Auntie, go ahead. We can Okay. hear you. Molly. Yeah. Okay. I'm very grateful that I've been given this honor of speaking at this time, because actually I'm somebody who's known Achan personally only for a few years. Of course, yes, I know him as Lalita's husband. I have attended Anisha's wedding, etc., etc. That is, like, I know of him, but I didn't know him personally till just a few years ago. I visited them in Hosur, maybe 1.5 years or so before lockdown. I was very, very impressed and very attracted by their work, more so by their way of living. So after that, I kept in touch, close touch. And then came the lockdown. And then the close touch became a lifeline. So we keep in touch, and I'm so glad to be in the circle. Now, I want to say that about two things which I find very commendable and attractive in Achan. One is that he's such a black and white person. You see, black and white people are very few. And it is so refreshing and so comforting for me to deal with him when I ask him something. Because on all things which matter, Achan has a right and a wrong. You see, when most of the world, not most, all of the world and quite a lot of the church nowadays come in various shades of gray. And I don't find that comfortable. And I like Achan's way of looking at things. Yeah, there are things which are black and white. And of course, black and white people are not popular. And I find him quite okay with that also. So that's one thing I appreciate a lot. Second characteristic I want to say is his tendency towards shepherding. What I mean is, right now his next book is on communication. Of course, I haven't read it, but I can tell you he's the right person to write such a book on communication, because you see, a lot of communication is non-verbal, and Achan can read in between lines so beautifully. Because you see, he seems to know who needs what. It isn't stuff and things which people need. It may be just some information or just a phone call. He seems to know that. And of course, this is very important for a shepherd, because this is an individual's need, which most of the time people don't say what they need. The ability to hear what people don't say is very important. So I find these two characteristics very admirable in Achan, and he has it. And I wish him all the best and so many more years of shepherding to come. Thank you. Thank you, Molly. And next, Professor Rajeshwari Shiva. We fondly address her as Raji. Raji had been associated with us for more than 3.5 decades, I think. And we, while I was working in CMAI, we had excellent working relationship with Raji, and that continued, and the family relationship also started, because for every good and bad things what was happening, Raji was there for our support and for our care, and to help us in whatever
needed her comforting words or what a phone calls, everything was there for us. And Raji is the professor and head of the Department of Community Health Nursing in CMC Vellore. And it's a privilege that Raji has agreed to speak for us. And though she's a Tamilian, she speaks and understands Malayalam much more than anybody. I'm sure Raji understood everything. And now over to Raji. Good evening, Achan and friends. Can you hear me? Yes, Hello. yes, Okay, yes, okay. I consider this as a blessed time of joining you all, and I thank God for being with you virtually. And at the onset, I would like to wish Achan, Reverend Thomas Verghese, a blessed and a happy birthday. And to say about Achan, I know Achan from 87 when I was a tutor in community health nursing department. We used to be working with the board many times, and Achan used to bring Sister Lalita in their Bajaj scooter and drop. And that was the time we'd just go down and wait to say a few words to Achan as good morning and ask how is he. Immediately he will, without any hesitation, he will start the conversation with us and tell us how was the day, as yesterday, how did it go? And when we express how it went, he will patiently listen. That was the way it started. Later on, when we kept doing the board work, many times we used to work in their quarters down and they were up, and Reverend used to take care of us. Well, whenever we became sick, I should say that, because more than Sister Lalita, it was Reverend who knew who needs what. I still fondly remember, um, two of us were sitting and doing the confidential work of preparing the question paper. And in that night, late night, it was around 12:30 or so, both of us started having very bad cough and kept wheezing. And we were wondering what we had to do. Then from upstairs, we could hear some steps somebody coming, climbing down. It was Achan who brought some hot water and some medicine for us and made sure that we were, along with Sister Lalita, we were comforted. At the same time, he said, stop doing all this work. I think you need rest. After that, you can walk. This Lalita doesn't know when people are unwell, they should take rest. I still remember that he was saying like that. Later, we were feeling, we recovered and we felt all right. And next day morning, when we said, Reverend, I think you are more than Reverend, you are also a very good medical person. He said, no, it is just heard you people cough, and I thought it is not a normal cough. So he's so sensitive. That's the way Reverend Achan is. And I thought to tell few things about Reverend. I would expand his spellings of Thomas, and each letter has something that I could feel that he deserves this. T stands for his really talented, multifaceted personality. And we know over the years he's ever thankful to God and people. That's what Achan is. H stands for he's an humble person, very honest, very, very helpful. At any time we ask for, many a times we had requested out of pay for some help for some of our friends in Bangalore. He had never minded and he had done quite a lot of help. And one thing very typical of him is that he's very happy and cheerful person. That's what we have come across with him. For O, I would say he's very optimistic. Though there are sometimes we feel down, when we say, he'll say, oh, there is a way out, which is
kept by God, which we do not know. It's invisible, but there is always a way out. Such an encouraging way he will talk. Thank you, Reverend, for that. And he's a very good overseer. Anything that we had to do, he will say, "Oh, go ahead like this, it will become done well." That we could observe when we were in their home or in their office, because we were, as I said, most of the time we were doing late night work in the downstairs, and we could feel that things went well. For that, I can say he's a very good manager. I'm sure Alita ma'am would have been uh, experiencing that. She was the busiest person, but things went well. So he's a very good manager, and he was always mindful of people. And it's many times we see rare of characters in people nowadays. We are mindful of ourselves. We are mindful for ourselves. So selfish, but he's opposite of it. He's mindful of others. There's no need to sometimes ask for help, but he would come forward to help. For AI, I can say that quite a lot of it is a very good assessor. He's available whenever we wanted some help. More than that, he's very appreciative. Small thing, sometimes it is, we would not have noticed, but even that small thing that is done, he appreciates. And he's very affectionate and very much assertive person. And for us, I will say he's a very, very down to earth, simpleton person. Though he has so much wealth of knowledge, very much scholarly, ferocious reader, quite a lot of books he has written. All those are very meaningful books, which have a lot to speak for our life. And he is very sincere person in his act. Sometimes we hear people saying you walk the talk, but I've seen him doing that walking, and whatever the talk he does that walk. Such a sincere person and very good in socializing skills. Recently, when Lalita was saying he's writing his next book, I think she was saying it may be probably last book. I said, no, you have to say it as the next book. She just laughed it. And that too also communication. I thought it's a apt person to write because he has a lot of socializing skills. As Muli was saying, he can read in between the lines. When silence has lots to talk, I'm sure SN has learned, knows many things when we are silent or when we are talking or when we are having our nonverbal communications being shown. He can understand. So he's that person to write on communication. So I would like to say, as Achan Thomas stands like this, as a talented, very simple person. And may God bless you, Achan, to see many more happy birthdays. And I'm sure the ventures, what you have done or what you're doing for the family, to the Prachodam society, and to the church service, all are blessed by God, and definitely God will bless you furthermore. And we wish you to have a blessed happy birthday. And I would like to thank Sister Lalita and Reverend and children for giving me this opportunity to join you, to wish Reverend as well say a few words about. And as family, we express our sincere thanks also for all the fellowship that we could enjoy. When we were down with COVID and when my dad wasn't well, when my mother wasn't well, very good, very nicely we could hear them call us. And whenever they pass by Vellore, they'll drop in and say where they are. We used to have times to be together and enjoy the fellowship, which I'm sure is just being blocked because of COVID. I'm sure we can catch up once the COVID is over. Thank you very much for all those. And many ways we have personally benefited. Of course, we have been spiritually benefited because of this
family. Thank you, and thank you one and all. May God bless you. Happy birthday, Achan. Thank you, ma'am and Reverend. Thank you, Raji, for your kind words. We will continue our friendship and our fellowship. ഇനി അടുത്തതായിട്ട് സംസാരിക്കുന്നത് ഞങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന മിനിമോള് അല്ലെങ്കിൽ മിനി ആൻറ്റി, അതായത് അച്ഛൻ്റെ ഏറ്റവും ഇളയ സഹോദരി. മിനി അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലായിട്ട് ബാംഗ്ലൂരിൽ കുടുംബമായിട്ട് സെറ്റിലായിരിക്കുകയാണ്. അവൾക്ക് നല്ല ത്രോട്ട് ഇൻഫെക്ഷനാണ്, സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്ഥിതിയിലായിരുന്നെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഏതായാലും ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. മിനി അച്ഛൻ്റെ ഏറ്റവും ഇളയ സഹോദരിയാണ്. മറ്റുള്ള സഹോദരിമാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓവർ ടു മിനിമോൾ. ഗുഡ് ഈവനിങ് എവരി വൺ. ഇപ്പൊ ആദ്യമായിട്ട് അച്ഛന് എന്നെ കേൾക്കാമോ? കേൾക്കാം. മിനി, ഞങ്ങൾ 5 മക്കളാണ്. ഞാനാണ് ഏറ്റവും ഇളയത്. അച്ഛൻ എൻ്റെ എൽഡസ്റ്റ് ബ്രദറാണ്. ഇപ്പൊ അച്ഛനിപ്പോ ആദ്യമായിട്ട് ഞാൻ ഒന്നുകൂടെ അച്ഛനൊരു ഹാപ്പി ബർത്ത്ഡേ. അച്ഛന് കൂടുതൽ വർഷം മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട വർഷങ്ങൾ ദൈവത്തിന് പ്രയോജനകരമാവണ്ണം ദൈവമെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിന്നെ അയച്ചനെ സംബന്ധിച്ചുള്ള എൻ്റെ എൽഡസ്റ്റ് ബ്രദർ എന്ന് ഞാൻ പറഞ്ഞു. അയച്ചൻ എനിക്കൊരു ബ്രദറിനേക്കാൾ ഉപരി എനിക്കൊരു പപ്പായുടെ സ്ഥാനമാണ് ഇപ്പൊ ഞാൻ. പ്രത്യേകിച്ച് എൻ്റെ പപ്പായും അമ്മായും അവര് നല്ലോണം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആ പപ്പായുടെ എല്ലാ ഡിസിപ്ലിനും ആ ഒരു അറേഞ്ച്ഡ് പ്ലാൻഡ് ലൈഫ്, ഓരോന്നിനെ കുറിച്ചും എല്ലാം ഉള്ള ഞാൻ എപ്പോഴും വീട്ടിലാണേലും ഞാൻ മക്കളോടും പറയാം, ആ ഒരു ചിട്ടയും എല്ലാ കാര്യങ്ങളും അച്ഛനുണ്ട്. അപ്പൊ പപ്പ ആ ഒരു രീതിയായിരുന്നു. അതേ ഉള്ള എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഫാമിലിയിലാണെങ്കിലും വൈഫിനെ സഹായിക്കുക, അതെല്ലാം അച്ഛന് ഒത്തിരി പപ്പായുടെ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. ഞങ്ങളുടെ കുടുംബത്തിലായ എനിക്ക് തോന്നുന്നു അത് പപ്പായുടെ നല്ലൊരു എല്ലാ ഡിസിപ്ലിനും എല്ലാ കാര്യങ്ങളും ലഭിച്ചത് അച്ഛനാണ്. ഇപ്പോള് എൻ്റെ പപ്പായുടെ അഭാവത്തില് എനിക്കൊരു പപ്പായുടെ സ്നേഹവും കരുതലും, പ്രത്യേകിച്ച് എൻ്റെ കുടുംബ ജീവിതത്തില് എന്നെ ഇതുവരെ നിലനിർത്തിയ പല വിധത്തിൽ എൻ്റെ ഡിഫിക്കൽട്ട് ടൈംസിൽ അച്ഛനും ലളിതമാമയും, പ്രത്യേകിച്ച് ലളിതമാമ മെഡിക്കൽ ഫീൽഡൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഫാമിലിയിൽ ഒത്തിരിയും പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്തെല്ലാം ആ തക്ക സമയത്ത് ഒരു ഡിസിഷൻ എടുക്കുകയും എല്ലാം ചെയ്ത് എന്നെ ഇതുവരെ എൻ്റെ കുടുംബത്തെ നിലനിർത്തിക്കൊണ്ടുവന്നത് അച്ഛനും ലളിതമാമയാണ്. അതിനെപ്പോഴും എനിക്ക് നന്ദിയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞു, എനിക്ക് ഒത്തിരി ടയേർഡായിരുന്നു ഇന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ അയച്ചതിന് അതൊരു വിഷമം പോലെ ആ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അതുകൊണ്ട് ഞാൻ വീണ്ടും സംസാരിക്കാമെന്ന് പറഞ്ഞത്. പിന്നെ അങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ, അതായത് അയച്ചന് ഒത്തിരി നാൾ ഞങ്ങൾ ഒരുമിച്ച് അയച്ചൻ പഠിക്കാനൊക്കെ ആയിട്ട് ഞാൻ വളർന്നു വന്നപ്പോഴത്തേക്ക് അയച്ചനെ പഠിക്കാനൊക്കെ അങ്ങ് പോയതുകൊണ്ട് എനിക്ക് അങ്ങനെ ആ ഒരു അയച്ചനോടൊരു റെസ്പെക്റ്റ് ആയിരുന്നു. മൂത്തതായതുകൊണ്ട് ആ ഒരു റെസ്പെക്ട്. പിന്നെ അച്ഛനായതിനു ശേഷം വീട്ടിലാണേലും അമ്മ തന്നെ അച്ഛനെ വിളിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് അയച്ചനെ ഞങ്ങൾ കരുതിയത്. പക്ഷെ ബാംഗ്ലൂർ വന്നപ്പോഴും എനിക്ക് ഇപ്പോഴും ഫുൾ സപ്പോർട്ട് അയച്ചു മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡ് അത്ര സുഖമില്ലാത്ത ഒരാളാണ് ആക്സിഡന്റ് മൂലം. അപ്പം എനിക്ക് വേണ്ടുന്ന എല്ലാ പ്രൊട്ടക്ഷനും എനിക്ക് വേണ്ടുന്ന എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞു തരുന്ന അയച്ചാണിപ്പോ. പിന്നെ അവരോടുള്ള നന്ദി പ്രത്യേകിച്ച് 2 പേരോടും, മക്കളും ആയാലും എല്ലാവരും എനിക്ക് ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പൊ പുതിയ വർഷം, ഈ 70ാമത്തെ വർഷം അയച്ചനെ കൂടുതലായി ദൈവം അനുഗ്രഹിക്കട്ടെ. മുമ്പോട്ടും ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുവാനും കുടുംബമായിട്ട് ഒരു അനുഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ആ ഒരു സ്പിരിച്വൽ ലൈഫ്, പ്രത്യേകിച്ച് എൻ്റെ പപ്പായ്ക്കും അമ്മയ്ക്കും രാവിലത്തെ ഫാമിലി പ്രെയർ, ഈവനിങ് പ്രെയർ, അത് സ്ട്രിക്റ്റ് ആയിരുന്നു അവർ ആ കാര്യങ്ങളിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കുടുംബത്തില് അത് ഫോളോ ചെയ്ത് പോകുന്നത് ഇപ്പോഴും അത് അയച്ചൻ നിർബന്ധമായിട്ട് ആ ഒരു കുടുംബം, അതിന്റെ നന്മ അവരുടെ കുടുംബം, മക്കള്, കൊച്ചുമക്കളെ എല്ലാവരും അനുഭവിക്കുന്നു. ആ ഒരു രീതിയിൽ ആ കൊച്ചുമോൻ രൂപൻ അവർ കൊച്ചുമക്കളെ വരെ അതിലേക്ക് വരുത്തുന്നു. അത് നല്ലൊരു എൻ്റെ ജീവിതത്തിലും എനിക്കും കുടുംബമുണ്ട്, എനിക്കൊരു കൊച്ചുമോനുണ്ട്, എനിക്കും അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. അയച്ചൻ്റെ ആ ഒരു നല്ല പാതകളെല്ലാം പിന്തുടരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ദൈവം കൂടുതലായിട്ട് അച്ഛനെ അനുഗ്രഹിക്കട്ടെ.
family. Dr. Praveen and Amurdayum. Can we see Amurda also, Praveen? Praveen Amurdayum ചെന്നൈയിൽ താമസിക്കുന്നു. പ്രവീൺ ഉപരിപഠനത്തിന് ശേഷം നോർത്ത് ഹെൽത്ത് പ്രൊഫഷണൽസ് സ്കിൻ ഡെവലപ്മെന്റിന്റെ കൺസൾട്ടന്റ് ഇന്റർനാഷണൽ സ്കൂളിൽ ടീച്ചറായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവർ പ്രവീൺ ഞങ്ങളുടെ നെവ്യൂസിൽ ഏറ്റവും കൂടുതൽ ഞാനുമായിട്ട് അടുപ്പം ഉണ്ടാകുന്ന അതുകൊണ്ട് പ്രവീൺ എന്തെങ്കിലും സംസാരിക്കാൻ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Thank you, Laldanti. Thank you, all of you. And I'm very honored to be a part of this birthday party. As Laldanti said, my name is Praveen. This is Amrita, my wife, and we live in Chennai. My mother, Omana, was Laldanti's older sister. So for all of us cousins, Reverend Thomas Varghese is Ivan uncle. So on this special day, I just want to share a few memories from the 40 plus years that I've known Ivan uncle. The earliest of them were from his days in Bombay. And it was a great experience for me as a small town boy to go to this big city. And I really appreciate how Ivan uncle took out the time even then to show me around the city. That was probably the first time that I realized the challenge of being part of Sit properly, put your legs down. Challenges of being part of a priest's family. It wasn't easy for the whole family, and it was a decision I think that they mutually made, that Anish would come and stay with us in Bangalore while he joined school, etc. Fortunately, soon the whole family was able to come, and it was some of the best years of our life when both our families spent together in Bangalore, especially in an older house that we lived in. It was a time of a lot of fun with the cousins and the parents. And Ivan uncle, as you all probably know, is a great cook. So every evening after all the games and every thing that we did, it ended up with some fantastic food. So I still remember things like the fish curry that Ivan uncle, I think from his childhood, he remembered and tried to get us all equally interested in it. I think it was quite difficult for Anish and Vivin to be the sons of an Achin. And I think, priest sons are always held to a higher standard. But full credit to Ivan uncle and Laldanti for balancing both love as well as discipline to allow them to grow up into the fine young men that both of them are. I'm very amused, and I look forward to watching how the tables have turned, and now Ruben and Ian are bringing up their grandfather in the right way. So that's fascinating for me to watch. Another memory that some of you might know and that I have is that Ivan uncle was a keen philatelist. He had a fantastic stamp collection with stamps from around the world. I guess he started it early, and living abroad, he had increased his collection. He has inspired me as well as probably many others to start collecting stamps. Unfortunately, I stopped when I joined college, but I hope that Ivan uncle still has his collection, and I look forward to seeing it when we meet next. Most of the 50 plus people who are on this call probably have experienced what I'm going to say next. And this is something that strikes me every time we visit. We never return from the Hosur home without a car full of things from the land. So we have vegetables and fruits and pickles and whatnot. So Ivan uncle, thank you so much for being so generous. You've been a great role model for us. Finally, I'm very grateful on a personal note to Ivan uncle and to Laldanti for being so supportive for
me and my extended family when first my father and then my mother were ill. He, as well as Leland, made it a point to telephone every single day, and as often as possible, they would come to Bangalore and spend the day or sometimes even the night to just provide companionship and to do whatever they could in those difficult times. One of the happiest days of our entire family's life was last Christmas. 14 of us were able to spend the day together, and it was my mother's birthday. So that was an amazing family reunion, and I think it brought to the focus how important family is for all of us. So thank you, Ivan Uncle, for being such a huge support and a good Christian role model for our family. I trust that you had a memorable day, and we wish you health and happiness for the coming years of your life. Thank you. For your lovely words, I must say. I think you have remembered. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ അവിടുത്തെ നെറ്റിന് ചെറിയ പ്രയാസമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ശരി കേൾക്കാഞ്ഞത്. കേൾപ്പിച്ചതായ അനുഗ്രഹീതമായ റിഫ്ലക്ഷൻ, നല്ല അച്ഛനെ പറ്റിയുള്ളതായ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അനുഭവങ്ങൾ ഷെയർ ചെയ്ത പ്രിയ ഡോക്ടർ മോളി ജോസഫ്, പ്രൊഫസർ രാജേശ്വരി, അച്ഛൻ്റെ സഹോദരി മിനിമാമ, അതുപോലെ ഡോക്ടർ പ്രവീൺ ജേക്കബ്, അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മൾ പ്രിയ അച്ഛനിലൂടെ കേട്ടത് 4 ബുക്കുകൾ അച്ഛന് എഴുതുവാൻ, അത് പലരും ആ ബുക്കുകളൊക്കെ വായിച്ച് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. 5ാമത്തെ ബുക്ക് എഴുതുവാൻ ദൈവം സഹായിച്ചു. പലപ്പോഴും ഞങ്ങൾ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ അച്ഛന് പറയാറായിട്ടുണ്ട്, കോവിഡ് വന്നത് ഒരു അനുഗ്രഹമായിരുന്നു എനിക്ക്. ഒരു ബുക്ക് പൂർത്തീകരിപ്പാനായിട്ട് കഴിയുന്നു. ഇനി ഞാൻ പറയുന്നത് ഒരു പക്ഷെങ്കിൽ അച്ഛൻ പറയാൻ ഉദ്ദേശിച്ചാണോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു ബുക്ക് കൂടെ എഴുതിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയെങ്കിൽ 6 ബുക്കുകൾ അച്ഛനാൽ എഴുതപ്പെടുന്നു. ദൈവം കൂടുതൽ ബുക്കുകൾ എഴുതുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അനേകർക്ക് പ്രയോജനമുള്ളതായ ബുക്കുകളാണ് അച്ഛൻ എഴുതുന്നത്. അത് വായിച്ചവർക്കൊക്കെ ഇതിനോടകം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് അച്ഛൻ എഴുതിയ 5ാമത്തെ ബുക്ക്, അതിൻ്റെ പേര് ഇപ്രകാരമാണ്: ജീസസ് ഹെയർഡ് സ്പോക്ക് ടച്ച് പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതായ ബുക്കാണ്. നമുക്കറിയാം, ഒരു ബുക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ അത് മറ്റു ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് ആ ആളാണ് അത് ഓപ്പൺ ചെയ്ത് ലോഞ്ച് ചെയ്യാറായിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം നമുക്കത് അനുവദനീയമല്ല. അതുകൊണ്ട് ഓൺലൈനിൽ കൂടെയാണ് നമ്മൾ അത് ലോഞ്ച് ചെയ്യുന്നത്. ഈ സമയത്ത് പ്രിയ അച്ഛന് ആ ബുക്ക് നമ്മളെ കാണിക്കും. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് പ്രിയ അച്ഛന് ഒരു വെബ്സൈറ്റ് തുടങ്ങുന്നുണ്ട്. ആ വെബ്സൈറ്റിൻ്റെയും ലോഞ്ചിങ് ഇപ്പോൾ നടത്തപ്പെടുകയാണ്. ആ വെബ്സൈറ്റ് ഇപ്രകാരമാണ്: www.ivanachan.com എന്നതായ വെബ്സൈറ്റ് ആണ്. അതിലൂടെ തുടർന്ന് കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുവാനും ദൈവം ഇടയാകട്ടെ. യാതൊരു പ്രതിസന്ധിയോ പ്രയാസമോ ഒന്നും ഉണ്ടാകാതെ അനുഗ്രഹീതമായ നിലയിൽ ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുവാൻ, ആത്മീക വർധനയ്ക്ക് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുവാൻ ദൈവം വരും കാലങ്ങളിൽ ദൈവം അച്ഛനെയും കുടുംബത്തെയും എടുത്ത് ഉപയോഗിക്കട്ടെ. അത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഈ സമയത്ത് പ്രിയ അച്ഛന് ബുക്ക് പ്രകാശനം ചെയ്യുന്നതാണ്. അതിനുശേഷം പ്രിയ വർഗീസ് ഫിലിപ്പച്ചൻ വെബ്സൈറ്റിന്റെ പ്രവർത്തനങ്ങളും ഈ ബുക്സ് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുകയും ചെയ്യും. വീണ്ടും ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഈ ബുക്കിന്റെ പേര് ജീസസ്
heard, spoke, and touched. The power of communication. എന്ന ഈ ബുക്ക് നിങ്ങളുടെ സമക്ഷമായി സമർപ്പിക്കുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ച വ്യത്യസ്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഈ ബുക്കിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നാം എല്ലാവരും വായിക്കുമ്പോൾ നമ്മുടെ ആശയവിനിമയം ഒന്നുകൂടി ശരിയായ രീതിയിൽ ആകുവാൻ ദൈവം ഈ ബുക്കിൽ കൂടി സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇന്ന് തന്നെ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് രണ്ടും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയായി തീരുവാൻ, അത് അച്ഛൻ ഓർപ്പിച്ച www.ivanachan.com, അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അത് ദൈവം അനുവദിച്ചാൽ പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഈ ബുക്കും ഈ വെബ്സൈറ്റും ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനെ ക്ഷണിക്കുന്നു. അച്ഛൻ ബുക്ക് ഒന്നുകൂടെ ഒന്ന് കാണിക്കാൻ ഒരു പക്ഷെങ്കിൽ ഞങ്ങൾ എല്ലാവരും കണ്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ആ സമയത്ത് വീഡിയോ ഓഫ് ആയിരുന്നു എന്ന് കരുതുന്നു. വെബ്സൈറ്റ് കാണുന്നുണ്ട്, ബുക്സിന്റെ പേര്. അച്ഛന് കേൾക്കാമോ? അച്ഛൻ കേൾക്കാം അച്ഛൻ, 2 മിനിറ്റ് വരും. ഓക്കെ ഓക്കെ. ഇതാണ് ക്ലിയറായിട്ട് വന്നിരിക്കുന്നത്. ജീസസ് heard, spoke and touched. The power of communication. ഓക്കെ, താങ്ക് യു അച്ഛൻ. ഈ സമയത്ത് പ്രിയ വർഗീസ് ഫിലിപ്പച്ചൻ ബുക്സും വെബ്സൈറ്റിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന. കേൾക്കാമോ? കേൾക്കാം അച്ഛൻ, കേൾക്കാം അച്ഛൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, വിശ്വസ്തനായ പിതാവേ, നീ എത്ര വലിയവനാണ്, നീ എത്ര നല്ലവനാണ്. ഞങ്ങൾ അച്ഛൻ്റെ സാക്ഷ്യം കേട്ടു. പഠനകാലത്ത് വലിയ ശ്രേഷ്ഠനല്ലായിരുന്നുവെങ്കിലും 70-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ 5 പുസ്തകങ്ങൾ എഴുതുവാൻ തക്കണം ഇടയാക്കല്ലോ. അവസാനം എഴുതിയ പുസ്തകം ഇപ്പോൾ പ്രകാശിപ്പിച്ചിരിക്കുന്നു. നീ പറയുന്നതും നീ തൊടുന്നതും ആ വലിയ കമ്മ്യൂണിക്കേഷൻ എത്ര അർത്ഥവത്താകുന്നു എന്ന് വളരെ വ്യക്തമായി സ്ഥാപിപ്പാനും ഞങ്ങളെ പഠിപ്പിക്കാനും നിന്റെ ദാസനെ ഈ ബുക്കിൽ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. സ്തോത്രം. തുടർന്നെഴുന്ന ബുക്കുകളും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടുത്തു വരുന്ന ഒരു തലമുറയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ ഈ എഴുത്തുകളൊക്കെ മുഖാന്തരമാക്കണമേ. നിന്റെ ദാസന്റെ ജീവിതം ഇപ്രകാരം ധന്യമാക്കി തീർക്കുവാൻ അവിടുന്ന് ഇടയാക്കിയതോർത്ത് സ്തോത്രം. ആരംഭിച്ച വെബ്സൈറ്റിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഈ കമ്മ്യൂണിക്കേഷനൊക്കെയും വളരെ വേഗം സാധിക്കുന്ന ഈ ലോകത്തിൽ, ഈ കാലത്ത് വളരെ വേഗത്തിൽ കർത്താവെ ആശയങ്ങൾ വിനിമയം ചെയ്യുവാനും ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുവാനും ഈ വെബ്സൈറ്റിനെ ആശീർവദിക്കണമേ. അതിൽ നാം മഹത്വത്തിനാക്കി തീർക്കണമേ. ഇത് പരിന്തന്യെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു അച്ഛൻ.
താങ്ക് യു അച്ഛൻ. തുടർന്ന് ഈ സ്തോത്ര പ്രാർത്ഥനയിൽ സംബന്ധിച്ച ഏവർക്കും നന്ദി കരയറ്റുവാനായിട്ട് പ്രിയ അച്ഛന്റെ മൂത്ത മകൻ അനീഷ് തോമസ് വർഗീസിനെ സ്നേഹത്തോടെ ക്ഷണിക്കും. Prasad, can you hear me? Okay, we can hear. Yeah, thanks. First, we would like to thank God for giving us this opportunity to have this online prayer, and we want to praise God because His presence was there with us, and we pray that the people who attend to this function would be blessed. So my job is to propose a vote of thanks. So first, I would like to thank Reverend Verghese Philip Achan, who was present. Incidentally, he was present in 1979 in my parents' wedding, and also in 2011 in my wedding with Blessy, he was there. So he was present for our happy occasions and not so happy occasions. And Achan was always dear to each one of us. So thank you, Achan, very much for taking time off to share from God's word, and you reflected on Appa's life. Thank you. Thanks for Prasad Jacob Achan, Vicar of Hosur Parish, who presided over the entire prayer meeting. Also, I would like to thank Reverend Biju Thomas, Vicar, Bangalore Parish, Reverend C.B. John, Koromangala Parish Vicar, and Missionary Presbyter Reverend Puttaswamy Achan, and also Evangelist Anil Kumar and Evangelist Mahesh for attending this prayer meeting. And also, I would like to extend warm thanks to all our relatives and friends from India and abroad who took time to attend this prayer meeting. A special mention I would like to mention about Babu Appachan. He is called J.M. David. He is the brother of my maternal grandfather. As a senior person, we thank Appachan thanks for him joining this meeting, and thank you, Appachan, for being with us. We also thank all the siblings and cousins of my father and other friends who have joined at this time. And we thank you for your presence. And also thanks to Molly Auntie, Raji Auntie, and Mini Auntie, and my dear cousin, Dr. Praveen, who said warm words of felicitation about my dad. So it was an eye-opener for me. And we thank especially Reverend Verghese Philip Achan again for dedicating the book and the website. And this website is the product of my brother's efforts. So he's one behind the website, and a big thanks to Vivian also for designing the website. So a big thank you from all our family members, from baby Ian, Ruben, Smita, Vivian, Blessy, Mummy, and myself. To all those people who made this birthday a memorable day for my dad, and thank you for all your wishes and of prayers which you offered for the smooth conduct of this prayer meeting. So thank you once again, all of you who attended this meeting, and may God bless each one of you. Thank you very much. Thank you, Anish. തുടർന്ന് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ സ്തോത്ര പ്രാർത്ഥന അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ഈ സമയത്ത് പ്രിയ ബിജു തോമസ് അച്ഛൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയും പ്രിയ വർഗീസ് ഫിലിപ്പ് അച്ഛൻ ആശീർവാദം പറയണമേ എന്ന് ഈ സമയത്ത് ഉറപ്പിക്കുന്നു. സ്നേഹത്തോടെ പ്രിയ ബിജു തോമസ് അച്ഛനെയും വർഗീസ് ഫിലിപ്പ് അച്ഛനെയും ക്ഷണിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ താങ്ക്സ് ഗിവിംഗ് പ്രയറിൽ പങ്കുചേരുവാൻ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. പ്രിയ തോമസ് വർഗീസ് അച്ഛൻ്റെ കഴിഞ്ഞ 70 വർഷത്തെ ജീവിതത്തിനിടയിൽ ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവത്തിനു വേണ്ടി ചെയ്ത ശുശ്രൂഷകൾ, കുടുംബാംഗങ്ങൾ പ്രിയ അച്ഛനിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ, ഞങ്ങൾ കേട്ട ദൈവത്തിൻ്റെ തിരുവചനം, ഈ 1.5 മണിക്കൂർ പല നിലകളിൽ ദൈവത്തെ സ്തുതിക്കുവാനിടയായതിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ ഞങ്ങൾ പ്രിയ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം അനുഗ്രഹവും നന്മയുമാക്കി തീർക്കണം.
ദൈവം കൊടുക്കുന്ന ദിനങ്ങൾ, വർഷങ്ങൾ കൂടുതൽ ഫലകരമായി തീരുവാൻ ഇടയാകണമേ. കൊച്ചമ്മയ്ക്കായി, അനീഷ്, വിവിൻ, അവരുടെ കുടുംബങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ദൈവത്തിന് പ്രയോജനമുള്ള കുടുംബമായിരിക്കാൻ ഈ കുടുംബത്തെ സഹായിക്കണമേ. ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് പ്രിയ അച്ഛനെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും ആ വചനം ഓർമ്മപ്പെടുത്തിയ സത്യങ്ങൾക്കായി സ്തോത്രം. Help us to rejoice and recollect. Help us to repent and rededicate. And help us to refresh. And help us to run the race and finish the race for you. Such a beautiful thoughts from our dear Varghese Philippachan. Thank you, Lord, for this meaningful time. We know that each day is your gift, but there are some days like this. You are really helping us to rejoice and recollect. At the same time, to repent and rededicate. We know that this is applicable for everyone as your children. Help us to think over it and to practice it in our day-to-day lives. Lord, we thank you for our dear Prasadachan, for helping him lead this session. Commit all the people who are attending this service. Once again, we thank you, Lord, for the life and ministry of our dear Ivan Achan. Bless that family. Use them for your glory. ഇന്ന് ഞങ്ങൾ കേട്ട ഈ ആലോചനകൾ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഇടയാക്കണമേ. എല്ലാ മഹത്വവും ദൈവത്തിന് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും നാം ഇവരോടും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഐവാനച്ചനോടും ചെയ്യുന്ന ശുശ്രൂഷകളോടും അനുഗ്രഹീതമായ പുതുവർഷത്തോടും കൊച്ചമ്മയോടും പ്രിയ മക്കളോടും കുഞ്ഞുമക്കളോടും ഈ കൂട്ടായ്മയിൽ സംബന്ധിച്ച എല്ലാവരോടും പ്രിയ സഹോദരി സഹോദരങ്ങളോടും എല്ലാവരോടും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Once again, thank you all. ഇതിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ നിലകളിൽ ഈ സ്തോത്ര പ്രാർത്ഥനയിൽ പ്രത്യേക നന്ദി പ്രാവശ്യം കൂടെ അറിയിക്കുകയാണ്. മിനിമോർ ഹാപ്പി ധാരാളമായിട്ട് അനുഗ്രഹീതമായ ഒരു പുതുവർഷം ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പ്രിയ PC തോമസ് സാറ്, ജോൺസൺ തോട്ടത്തിൽ സാറൊക്കെ ഈ ഇതിൽ സംബന്ധിക്കുന്നല്ലോ. എല്ലാവരുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. തുടർന്ന് പരസ്പരം വിഷ് ചെയ്യുവാനായിട്ടുള്ള സമയമാണ്. പ്രിയ അച്ഛനെ വിഷ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് വിഷ് ചെയ്യാം. ഈ സമയം അതിനായിട്ട് വിനിയോഗിക്കാമല്ലോ. താങ്ക് യു. എല്ലാവരെയും ഒരിക്കൽ കൂടി പങ്കുകൊള്ളുവാനും ഒരുമിച്ച് ഈ സന്തോഷത്തിൽ സ്തുതിക്കുന്നു. കടന്നുണ്ടായ വർക്കിയതായ പ്രവർത്തകരും ബാംഗ്ലൂർ സെന്ററിന്റെ വിവിധ കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൂട്ടായ്മ താങ്ക് യു അച്ഛൻ. അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. പ്രാർത്ഥനയിൽ ഓർക്കാം. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ ശുശ്രൂഷയ്ക്കായിട്ടും ശ്രേഷ്ഠമായ കൂട്ടായ്മയ്ക്കും അച്ഛൻ തുടർന്നും ഞങ്ങൾക്കൊരു മാതൃകയായിട്ട് ഈ പ്രായത്തിൽ ദൈവത്തിന് അധികം ഫലം കായ്ക്കുവാൻ സാധിക്കും എന്ന് ഞങ്ങളെല്ലാം ഉത്ബോധിപ്പിക്കുന്ന ജീവിത ശൈലിക്കായിട്ടും അതിനെ കൈത്താങ്ങുന്ന കൊച്ചമ്മ അല്ല കൂടുതൽ ഉത്സാഹഭരിതമായ അച്ഛനെ
കൈത്താങ്ങുന്ന കൊച്ചമ്മയ്ക്കും അനീഷിനും വിവിൻ കുടുംബത്തിനും എല്ലാമായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബമായിട്ട് സാധ്യമാക്കുന്ന ആ ശുശ്രൂഷയ്ക്കായിട്ട് വളരെ വളരെ ദൈവത്തെ സ്തുതിക്കുന്നു. മറിയൂസ് ഫിലിപ്പച്ചനിൽ നിന്ന് കേട്ട ചുരുങ്ങിയ ശ്രേഷ്ഠമായ വാക്കുകൾക്കായിട്ട് വളരെ വളരെ നന്ദി അർപ്പിക്കുന്നു. ചലിപ്പിച്ചു ജീവിതത്തെ വീണ്ടും. എത്ര ചലനാത്മകമാക്കിയ വാക്കുകൾ. കേട്ട എല്ലാ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം. Thank you for that kind words. Hello, Ayucha. Happy birthday. എന്റെ രണ്ടാമത്തെ സിസ്റ്ററാണ്. അമേരിക്ക അറിയിക്കുകയാണ്. ഈ സന്തോഷ് അവരും അമേരിക്കയുടെ പ്രദേശത്ത് ഈ ഓൺലൈനിൽ വന്നതിൽ എന്റെ സ്തുതി. Iva Chacha, happy birthday. We are praying for you and we are so honored to hear that you've published the next book. So definitely we'll grasp a copy of it. But we're praising God for the way God is using you as an instrument to still reach out at this age to a big population. And God bless your hands and bless you with a long life and good health. And all regards to everybody out there. Available through Amazon, so you can easily access to it. Happy birthday again. God bless you. May the Lord shine His light upon your face. വണ്ടി ഇവിടെ കൊണ്ടുവാ. വണ്ടി ഇവിടെ കൊണ്ടു. വണ്ടി ഇവിടെ കൊണ്ടുവരാ. കാർ എടുത്തോണ്ട് പോകണ്ട. ഇവിടെ ഓടിച്ചു. ഇവിടെ ഓടിച്ചു.